السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു ദൗറ ഇവിടെ സംഘടിപ്പിച്ച സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിനെ കുറിച്ച് പറയാനും അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കാനും ഇത്തരത്തിൽ നാം ഒരുമിച്ച് കൂടുക എന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജാലിസുകളിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പോലെ അത്ര നല്ല മലയാളവും കാര്യങ്ങളൊന്നും അല്ല എൻ്റെത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ദർസിന്റെ വിഷയം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചിരിക്കുന്നത് സാമൂഹിക ജീവികളായിട്ടാണ്. നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തിന്റെ കൂടെയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുടുംബം നൽകി. ഒരു കുടുംബത്തിലാണ് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംസാരിച്ച് അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നത്. അതിനിടയിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ഒരു പരിചയവുമില്ലാത്ത രണ്ടാളുകൾ, ഒരാണും പെണ്ണും, അതിനു മുമ്പ് പൊതുവിൽ പരിചയമില്ലാത്ത രണ്ടാളുകൾ പരസ്പരം പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ പരസ്പരം നിക്കാഹ് ചെയ്യുകയും അതിലൂടെ പുതിയൊരു ജീവിതം അവർ ആരംഭിക്കുകയും ചെയ്യുന്നു. നിക്കാഹ് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു നൽകുകയും ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നിക്കാഹുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് കാണാം. അതിൽ ഏറെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ബിഇദ്നില്ലാഹ് എന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും ഒരു ക്ലാസിന്റെ രൂപത്തിൽ ഞാനിങ്ങനെ പറയുക, നിങ്ങളെല്ലാവരും കേൾക്കുക എന്നതിലുപരി നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ബിഇദ്നില്ലാഹ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളും പങ്കുചേരുക. ആ രൂപത്തിൽ നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഈ ഒരു മസ്അലയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നമുക്ക് പഠിക്കാം. ഇവിടെ ആദ്യമായി സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ദീനിൽ നിക്കാഹിനുള്ള സ്ഥാനം എന്താണ്? ഇപ്പൊ നിങ്ങളിൽ അധിക പേരും വിവാഹം ചെയ്തവരായിരിക്കും, ചില ആളുകൾ വിവാഹം ചെയ്യാൻ പോകുന്നവരായിരിക്കും. ദീനിൽ നിക്കാഹിനുള്ള സ്ഥാനം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, കല്യാണത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ സാഹചര്യത്തിൽ ബാക്കിയുള്ള മനുഷ്യരുടെ ഇടപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ വിശേഷിപ്പിച്ചത് മീസാഖുൻ ഗലീദ് എന്നാണ്. മീസാഖുൻ ഗലീദ് എന്ന് പറഞ്ഞാൽ അതൊരു കനത്ത കരാറാണ്. സാധാരണ കച്ചവടം ഇടപാട് പോലെ ദീനിൽ ധാരാളം ഇടപാടുകളുണ്ട്, കച്ചവടങ്ങളുണ്ട്, ആളുകളുമായി പല മേഖലകളിലും നാം ഇടപഴകാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകൈഫ തഅഖുദൂനഹു വഖദ് അഫ്ളാ ബഅദുകും ഇലാ ബഅദിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. കനത്ത ഒരു കരാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹിനെ നിങ്ങൾക്ക് നൽകിയത്, അല്ലെങ്കിൽ നിക്കാഹിനെ കനത്ത ഒരു കരാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ആയത്തിൽ അല്ലാഹു നിക്കാഹിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുകയും നിങ്ങൾക്കിടയിൽ മമതയും സ്നേഹവും അനുകമ്പയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, നിക്കാഹ് എന്ന് പറയുന്നത് കനത്ത ഒരു ഉടമ്പടിയാണ്. വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട ഒരു കരാറാണ്. ഈ കരാർ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവന്നാൽ, നിക്കാഹ് ചെയ്താൽ
ആ നിക്കാഹിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം, നിങ്ങൾക്കിടയിൽ അനുകമ്പയുണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹു ഉദ്ധരിച്ചതിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുറ ബൈനൽ മുതഹാബൈനി മിസ്ലു നിക്കാഹ്. രണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ നിക്കാഹ് പോലെ അവരുടെ ജീവിതത്തെ സുന്ദരമാക്കുന്ന മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹാഫിദ് സുയൂത്തി ഹസനാക്കിയ ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ശക്തമായ ഒരു കരാറിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കരാറിൽ നിങ്ങൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ സന്തോഷമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. നിങ്ങൾ വിവാഹം ചെയ്തവരാണെങ്കിൽ, അധിക പേര് വിവാഹം ചെയ്തവരായിരിക്കുമല്ലോ, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടാകണം എന്നുള്ളതാണ് അടിസ്ഥാനം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് നിക്കാഹിന്റെ അടിസ്ഥാനം എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേർ കല്യാണം കഴിച്ച് അവർക്കിടയിൽ ഇഷ്ടമുണ്ടാകുന്നു, പിന്നീട് സന്താനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു സമൂഹം ഉടലെടുക്കുന്നത്, മുസ്ലിം സൊസൈറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തർത്തീബാണ്. കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ധാരാളം കുടുംബങ്ങൾ കൂടുമ്പോഴാണ് മുസ്ലിം സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ഇങ്ങനെ മുസ്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകുക എന്നത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതം, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കുടുംബജീവിതം, അത് തകർക്കാൻ പിശാചിനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും പിശാച് സ്വീകരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, അള്ളാഹു വിവാഹത്തെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം. നിങ്ങളുടെ പരിചയത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ധാരാളം ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്കിടയിൽ പ്രശ്നങ്ങളാണ്. പരസ്പരം സ്നേഹമില്ല, പരസ്പരം മിണ്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധത്തിന് വേണ്ടി എന്തായാലും കല്യാണം കഴിച്ചു, ഇനി അങ്ങോട്ട് തുടരാം എന്ന രീതിയിൽ തുടരുന്ന ആളുകൾ. അതെന്താണ് കാരണം? ഈ ബന്ധം വഷളാക്കാൻ പിശാച് അങ്ങേറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താണ് തെളിവ്? ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാ ദിവസവും, ഞാൻ ബിഇദ്നില്ല അധികം ദീർഘിപ്പിക്കുകയില്ല, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്റെ സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ദിവസവും ഇബ്ലീസ് അവന്റെ കൂട്ടുകാരെ, അവന്റെ കൂടെയുള്ള, അവന്റെ കീഴിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് സമുദ്രത്തിൽ ഒരു യോഗം ചേരും. അങ്ങനെ ഇബ്ലീസിന്റെ അരികിലേക്ക് ഓരോരോ പിശാചിക്കൾ, ഓരോരോ ശൈത്താന്മാർ, അവർ വന്നിട്ട് പറയും, ഇന്ന് ഞാനിതാ ഇന്ന സ്ഥലത്തേക്ക് പോയി. ഹദീസ് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾ വന്നിട്ട് പറയും, ഇന്നിതാ ഞാൻ ഇന്നയാളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു. മറ്റൊരാൾ വന്നിട്ട് പറയും, ഞാൻ ഇന്നയാളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു. ഇങ്ങനെ വൃത്തികെട്ട അമലുകൾ ചെയ്യിപ്പിച്ചു എന്ന് പിശാചുക്കൾ ഓരോരുത്തരായി ഇബ്ലീസിന്റെ അരികിൽ വന്നിട്ട് പറയുമ്പോൾ ഇബ്ലീസ് പറയും, നീ ചെയ്തൊന്നും പോരാ, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ ഒരാളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു എന്ന് പറയുന്നത് അത് പോരാ, അതല്ല ഞാൻ നിന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവസാനം ഒരു വ്യക്തി വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറയും, ഞാനിതാ രണ്ടാളുകൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രവേശിച്ചു. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ കുടുംബം ഞാൻ കലഹിപ്പിക്കുകയും ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഡൈവേഴ്സ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഇബ്ലീസിനോട് ഈ ശൈത്താൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുദ്നീഹി, ഇബ്ലീസ് ആ പിശാചിനെ, ആ ശൈത്താനിനെ, ഇബ്ലീസ് എന്ന് പറയുന്നത് ശൈത്താന്മാരുടെ നേതാവിന്റെ പേരാണ്, ശൈത്താനിനെ ഇബ്ലീസ് അടുപ്പിക്കുകയും എന്നിട്ട് പറയും, നിഅമ അൻത, നീ ചെയ്തതാണ് യഥാർത്ഥത്തിലുള്ള പ്രവർത്തനമെന്ന് അവനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരോ വിഷയവും കണക്ട് ചെയ്തു വരിക. ഒന്നാമത്തെ കാര്യം, ഈ കനത്ത കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹവും അനുകമ്പയും, അത് ഇസ്ലാമിന്റെ അധ്യാപനം, അത് തകർക്കാൻ മറുവശത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് എല്ലാ ദിവസവും അവന്റെ സൈന്യത്തെ കുടുംബബന്ധം തകർക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കുടുംബം തകർത്താൽ മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ സാധിക്കും. ഒരു കുടുംബം ഇല്ലാതാക്കിയാൽ മുസ്ലിം സൊസൈറ്റിയെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലേ, എത്ര ആളുകൾ, ഇപ്പൊ പലരും നമ്മയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പറയാറുണ്ട്, ജീവിതം എടുത്തു, എപ്പോഴും പ്രശ്നങ്ങളാണ്. വേറെ ചില ആളുകൾ പറയും, നമ്മളിപ്പോ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അതല്ലാതെ നമ്മുടെ സന്തോഷവും അതൊന്നുമില്ല. വേറെ ചില സ്ത്രീകൾ പറയും, പണ്ടൊക്കെ ഭർത്താവിന് നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ സ്നേഹമൊക്കെ കുറഞ്ഞു. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം? എല്ലാ ദിവസവും പിശാച് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്ന നിലയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പാലിക്കേണ്ടവർ എന്ന നിലയിൽ നമ്മുടെ ബാധ്യത എന്താണ്? ഇസ്ലാം ഈ വിഷയത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക. എന്താണ് ഇസ്ലാം കുടുംബം സന്തുഷ്ടമാകാൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം നല്ലതാക്കാൻ, ഭാര്യയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോടുള്ള ബന്ധം നന്നാക്കാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇന്ന് പല ആളുകളും വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ എന്താണ് എന്നത് പഠിക്കാറില്ല. അവർക്കാകെയുള്ള ധാരണ എന്താണ്? എന്റെ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതെനിക്ക് മതി. അതല്ലെങ്കിൽ സാധാരണ ആളുകളൊക്കെ കല്യാണം കഴിക്കുന്നു, അവർ ജീവിക്കുന്നു, ഞാനും കല്യാണം കഴിക്കും, ജീവിക്കും എന്നൊരു കാഴ്ചപ്പാടിൽ നാം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരോ പ്രശ്നങ്ങൾ വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് നമുക്കറിയില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം അനുവദിക്കുന്ന പരിധികൾ എന്തൊക്കെയാണ്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ഒരാൾ മുഖേന ഒരു ചോദ്യം അയച്ചു. ആ ചോദ്യത്തിൽ ആ സഹോദരിയുടെ പ്രശ്നം, ഭർത്താവ് ആ സഹോദരിയെ അവരുടെ വീട്ടിലേക്ക്, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അതിനെ തുടർന്ന് പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഒരു വിഷയം വന്നാൽ എന്താണ് ഇസ്ലാം ഈ വിഷയത്തിൽ നൽകുന്ന നിർദ്ദേശം? ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന അധികാരം എന്താണ്? പുരുഷന് നൽകിയിരിക്കുന്ന അധികാരം എന്താണ്? ഇത് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഇന്നത്തെ നമ്മുടെ ദർസിൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകാനും, ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അത് പരിഹരിച്ച് സന്തുഷ്ട ജീവിതമായി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ബിഇദ്നില്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനുമുമ്പ് ഒരു ചോദ്യം, നമ്മൾ എന്തിനാണ് ഭാര്യയോട് അല്ലെങ്കിൽ സ്ത്രീകൾ എന്തിനാണ് ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറേണ്ടത്? അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ അങ്ങനെ പെരുമാറിയിട്ടില്ല, എല്ലാവരും ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാവരും ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ എന്റെ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ. വേറെ നിങ്ങൾ എല്ലാവരും വിവാഹം ചെയ്തവരായിരിക്കൂലേ? അധിക ആളുകളും വിവാഹം ചെയ്തവരായിരിക്കും, ചെയ്യാത്തവരുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പാക്കി തരട്ടെ. അപ്പൊ അവിടെ എന്തിനാണ് ഞാൻ എന്റെ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? എന്തിനാണ്? ഇത് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, കല്യാണം ഇബാദത്താണ്. ഇന്ന് പല ആളുകളും, ഞാൻ ഇന്നലെ ഒരു വ്യക്തിയോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ആ ഒരു ചിന്ത മനസ്സിൽ പലപ്പോഴും വന്നിട്ടില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഇബാദത്താണ്. അതിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ബദ്റുദ്ദീൻ അൽ ഐനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹുൽ ഹിദായയിൽ പറയുന്നതായി കാണാം, നിക്കാഹ് അമ്പിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അത് ഇബാദത്താണ്. അത് ഇബാദത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്താൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഇബാദത്ത് നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നിസ്കാരം നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കോ? ഇല്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാം ഈ നിക്കാഹിൽ, കല്യാണത്തിൽ, വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നല്ല നിലയിൽ നമ്മൾ ഭാര്യയോട് പെരുമാറണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പെരുമാറണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇത് ഇബാദത്താണ്, അതിന് പ്രതിഫലമുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം എന്താണ്? ഞാൻ എന്റെ ഭാര്യയോട് പെരുമാറുമ്പോൾ, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ എനിക്കതിൽ അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ ശാരീരിക ബന്ധത്തിന് സമീപിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ശാരീരിക ബന്ധത്തിന് വേണ്ടി ഭാര്യയെ സമീപിച്ചാൽ അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഈ സമയം സഹാബികൾ ചോദിച്ചു, അയതി അഹദുന ശഹ്വതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ, പ്രവാചകരെ, ശാരീരിക ബന്ധത്തിന് വേണ്ടി ഭാര്യയെ സമീപിക്കുന്നതിൽ പ്രതിഫലമുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വദഅഹാ ഫീ ഹറാം അകാന അലൈഹി വിസ്ർ, അവൻ ഭാര്യയെ സമീപിക്കുന്നതിന് പകരം നിഷിദ്ധമായ മാർഗമാണ് സ്വീകരിച്ചതെങ്കിൽ അവൻ അതിൽ പാപമുണ്ടോ? അവൻ അതിൽ പാപമുണ്ടെങ്കിൽ അപ്രകാരം അള്ളാഹു അനുവദിച്ച മാർഗത്തിലാണ് അവൻ വിനിയോഗിച്ചത് എങ്കിൽ അവന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു.
അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ട് എന്റെ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കണം? ഇത് ഇബാദത്താണ്. ഈ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുക, ഭർത്താവിനോട് ഭാര്യ നല്ല നിലയിൽ പെരുമാറുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതല്ലാതെ നമുക്കിങ്ങനെ ജീവിച്ചാലും ജീവിക്കാൻ പറ്റും എന്ന കാഴ്ചപ്പാടിലുള്ളതല്ല, മറിച്ച് ഇബാദത്താണെന്ന ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറിയാൽ, നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വ ഉൾക്കൊള്ളുകയും നല്ല നിലയിൽ അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മെ അള്ളാഹു സഹായിക്കും, നമുക്ക് അള്ളാഹു സംരക്ഷണം നൽകും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. മുഹ്സിനീങ്ങളായിരിക്കണം, ഇഹ്സാൻ ചെയ്യുന്നവരായിരിക്കണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കാണുന്നു എന്ന ബോധത്തിൽ ആളുകളോട് പെരുമാറുക. അത് ഭാര്യയോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും. മൂന്നാമത്തേത്, ഏത് ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയുന്നത്? എന്തിന് നമ്മൾ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കണം? മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചൊരു കാര്യമാണ്. നാം എങ്ങനെയാണോ ജനങ്ങളോട് പെരുമാറുന്നത് ആ രീതിയിലായിരിക്കും ആര് നമ്മോട് പെരുമാറുക? ആര് നമ്മോട് പെരുമാറുക? ഓർക്ക, അള്ളാഹു നമ്മോട് പെരുമാറുക. നമ്മൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയാണ് അള്ളാഹു നമ്മോട് പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹു കാരുണ്യം കാണിക്കും. യർഹമു മൻ ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഹാഫിദ് അൽ ഇറാഖി അദ്ദേഹത്തിന്റെ അൽ അർബഊൻ അൽ ഉശാരിയയിൽ ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നിങ്ങൾ ജനങ്ങളോട് കരുണ കാട്ടിയാൽ അള്ളാഹു നിങ്ങളോട് കരുണ കാട്ടും. ഇതൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച ഹദീസാണ്. പക്ഷേ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ജനമാണ് എന്നുള്ളത് ഇതുവരെ പലർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ജനങ്ങളോട് റഹ്മത്ത് കാണിക്കുക. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ, നമ്മൾ കാണുന്ന ആളുകൾ. അതിലേറ്റവും അധികം നമ്മൾ കാണുന്നത് ആരെയാണ്? ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ. നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനെ എല്ലാ ദിവസവും കാണുന്നു. അപ്പോൾ അവരോട് നിങ്ങൾ കരുണ കാട്ടിയാൽ നിങ്ങളോട് കരുണ കാണിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ഷൈഅൻ ഫശഖ അലൈഹിം അല്ലാഹുമ്മ ഫശ്ഖുഖ അലൈഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഒരുവൻ ഏറ്റെടുക്കുകയും അവർക്ക് മേൽ അത് പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ, നീ അവർക്ക് പ്രയാസങ്ങൾ നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഒരു വ്യക്തി നിക്കാഹിലൂടെ ഭാര്യയെ എടുത്തു, ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ഭാര്യയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, അന്യായമായി ഭാര്യയോട് പെരുമാറിയാൽ, നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനോട് ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുവേ ഫശ്ഖുഖ അലൈഹി, അങ്ങനെ ചെയ്തവർക്കെതിരിൽ നീ പ്രവർത്തിക്കണം. ആരാ ദുആ ചെയ്തേ? സ്വീകരിക്കപ്പെടൂലേ? സംശയമുണ്ടോ? അപ്പം ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരോട് നല്ല നിലയിൽ വർത്തിക്കേണ്ടത് നമ്മുടെ ഇഹലോക വിജയത്തിന് അതുപോലെ പരലോക വിജയത്തിന് അത്യാവശ്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കേ, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും ഭാര്യയോട് നല്ല നിലയിൽ വർത്തിച്ചിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറണം? അതിന് ഉത്തരം എന്താണ്? ഇത് ഇബാദത്താണ്. റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അവസാനത്തെ കാര്യം, ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് അന്യായമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അഥവാ ഭർത്താവിന് നൽകേണ്ട ബാധ്യതകൾ ഭാര്യ നൽകാതിരിക്കുക, നേരെ തിരിച്ചു ഭർത്താവ് ഭാര്യയെ പരിഗണിക്കാതിരിക്കുക, അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നൽകാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ളുൽമാണ്, അതിക്രമമാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലയുംലി ലിൽളാലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം കാണിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഇളവ് നൽകും എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ,
നമ്മൾ അന്യായമായ ഭാര്യ എന്ന് അവരോട് ചൂടാവാണ്, പിറ്റേ ദിവസം അടിക്കാണ്. നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മൾ തിരിച്ചറിയാം ഇതൊക്കെ ദുൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാഹു വെറുതെ വിടുന്നതല്ല. ഇന്നല്ലാഹ ലയുംലി ലിൽളാലിം, അള്ളാഹു നിനക്ക് അവധി നൽകുകയാണ്. ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിക്കാനുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു, വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ദുൽമ ചെയ്താൽ അവരൊരു പിടുത്തം പിടിക്കും. ആ പിടുത്തം അതികഠിനമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താക്കീത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് മോശമായി പെരുമാറുന്നത്, ഭാര്യമാർ ഭർത്താക്കന്മാരോട് അവർക്കുള്ള അവകാശങ്ങൾ നൽകാതിരിക്കുന്നത് ഈ പറയപ്പെട്ട കാരണങ്ങൾക്കൊക്കെ സബബാകുന്ന വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും. അത് ദുൽമാണ്. അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിഷയങ്ങൾ നമ്മെ എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നു? എനിക്ക് എന്റെ ഭാര്യയോട് നല്ല നിലയിൽ വർത്തിക്കണം, എനിക്ക് എന്റെ ഭർത്താവിനോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ദുൽമ ചെയ്യാൻ പാടില്ല. ആരോടും? സാധാരണ സൃഷ്ടികളോട് ദുൽമ ചെയ്യാൻ പറ്റുമോ? ഒരു കാഫിറിനോട് ദുൽമ ചെയ്യാൻ പറ്റുമോ? പാടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള ഭാര്യയോട് നമുക്ക് ദുൽമ ചെയ്യാൻ സാധിക്കുക? അതുപോലെ ഭാര്യ ഭർത്താവിനോട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറയാറുണ്ട്, ഞാൻ ചില സമയത്ത് എന്തെങ്കിലും ഒരു പാപങ്ങൾ ചെയ്തു പോയാൽ അതിന്റെ പ്രശ്നങ്ങൾ എന്റെ ഭാര്യയിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന ചില പാപങ്ങൾ കാരണത്താൽ അതിന്റെ പരീക്ഷണങ്ങൾ അദ്ദേഹം ഭാര്യയിൽ നേരിടാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹം, അതിനെ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നതിന് പകരം ദുൽമ കാണിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു എന്താ ചെയ്യുക? വ്യക്തമായി ചോദിച്ചാൽ, ശുക്റിനോട് അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തോട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ശുക്ർ ചെയ്യണം, അല്ലെ? അള്ളാഹുവിനെ സ്തുതിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും, നിങ്ങളത് നിഷേധിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്ന് അള്ളാഹു താക്കീത് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിഅമത്തിനെ അള്ളാഹു എടുത്തു കളയും. നമുക്കിന്ന് ഭാര്യ ഉണ്ടാകും, അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവ് ഉണ്ടാകും. നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെയല്ല ഇവിടെ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇസ്ലാമിന്റെ മാർഗമനുസരിച്ചല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ നാളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു ഈ ഭാര്യയെ എടുത്തു മാറ്റും. ഒരുപക്ഷെ അവളുടെ മരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സന്താനങ്ങളുടെ മരണം കൊണ്ടായിരിക്കാം. അതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞത്, ഞാനൊരു പാപം ചെയ്താൽ അതിന്റെ പ്രതിഫലനങ്ങൾ എന്റെ വീട്ടിലുള്ള ഭാര്യയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ബിദായയിൽ ഫുളൈൽ ഇബ്നു ഇയാദിൽ നിന്ന് ഉദ്ധരിച്ച അസറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ട്ണറോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അടുത്തൊരു കാര്യം, ഇന്ന് ചില ആളുകളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചില ആളുകൾ പറയും ജീവിതത്തിൽ സന്തോഷമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുഴപ്പമാണ്, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. നേരെ തിരിച്ച് ഭാര്യമാർക്കും പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ സ്നേഹം ഇന്ന് ഭർത്താവ് കാണിക്കുന്നില്ല, ഇങ്ങനെ പല പരാതികളും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകളൊക്കെ കരുതിയിരിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ ആ ജീവിതം സന്തുഷ്ട ജീവിതമല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നോട് ചില സഹോദരങ്ങൾ പറയാറുണ്ട്, നമ്മളിപ്പോ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, ആ പഴയ സന്തോഷം നമുക്കിടയിലില്ല, ഇനിയിപ്പം ജീവിതം മക്കൾക്ക് വേണ്ടിയാണ്. അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടിയല്ല, ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവുമായി ജീവിക്കണം. അതല്ലാതെ ഇനി അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല. മക്കളെ നോക്കണം, അവരെ സ്നേഹിക്കണം. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം ദിവസം കൂടുന്നതിന് അത് കൂടണം, ഓരോ ദിവസം കഴിയും തോറും അത് കൂടണം, അതല്ലാതെ കുറയാൻ പാടില്ല. അങ്ങനെ കുറയുന്നെങ്കിൽ നാം അത് പരിശോധിക്കണം. ഇന്ന് ചില ആളുകൾ കരുതുന്നത്, ഒരു പ്രശ്നം വന്നാൽ പിന്നെ എനിക്ക് ഇനി സന്തുഷ്ടമായ ഒരു ജീവിതം ഉണ്ടാവില്ല. ആ ഒരു വിചാരം പ്രിയപ്പെട്ടവരെ തെറ്റാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സന്തുഷ്ടമായ ജീവിതത്തിനെതിരല്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ചില പ്രശ്നങ്ങൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും, ചില പ്രശ്നങ്ങൾ അവഗണിച്ചു വിട്ടാൽ മതി. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ പ്രശ്നമില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിയാൻ പോകുന്ന ആൾക്കാരൊക്കെ അത് ചിന്തിക്കാം. കാരണം ഇന്ന് പലപ്പോഴും ആളുകൾ മറ്റുള്ളവരുടെ ജീവിതം കാണുന്നത് എങ്ങനെയാ? റീൽസിലും മറ്റൊക്കെയാണ്. വ്ളോഗേഴ്സ് എല്ലാ ദിവസവും ടൂർ പോകുന്നു, ഔട്ടിംഗ് ആണ്, കറങ്ങാൻ പോകുന്നു, ഓരോ റിസോർട്ടിൽ താമസിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ കല്യാണം കഴിക്കും. പിന്നെ പ്രശ്നം തുടങ്ങിയാലോ
ആകെ ജീവിതത്തിൽ അതിന് സമാധാനമില്ല, പ്രശ്നങ്ങളാണ്. അങ്ങനെ ചിന്തിക്കേണ്ട. മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നം ഒഴിവാകുമായിരുന്നെങ്കിൽ ആരുടെ വീട്ടിൽ നിന്ന് ഒഴിവാകണമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്ന്. പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? അലം നശ്റഹ് ലക സദ്റക്. പ്രവാചകരെ, താങ്കൾക്ക് ഹൃദയ വിശാലത നാം നൽകിയിരിക്കുന്നു. ഏറ്റവും സന്തുഷ്ടനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും സന്തുഷ്ടൻ. അവിടുത്തെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രവാചകന്റെ വീട്ടിലുണ്ടായ ഒരു ഉദാഹരണം ആരാ പറയുക? ആയിഷ റളിയല്ലാഹു അൻഹ. പായസാണെന്ന് എനിക്കറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുടെ വീട്ടിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കെ മറ്റൊരു ഭാര്യ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തയച്ചു. ആ സമയം പ്രവാചകന്റെ അരികിൽ ആരുണ്ട്? വേറെ ആരാ ഉള്ളത്? അതിഥികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അതിഥികളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ ഒരു രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കാം. പിറ്റേ ദിവസം ഭാര്യ ഐസിയിൽ ഉണ്ടാവോ, എവിടെ ഉണ്ടാവോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അതിഥികൾ ഉണ്ടായിരിക്കെ ഒരു പാത്രത്തിൽ മറ്റൊരു ഭാര്യ ഭക്ഷണം കൊടുത്തയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം കണ്ടു. ഉടനെ പാത്രം ഖാദിമിന്റെ കയ്യിൽ തട്ടി, അല്ലെങ്കിൽ ആ പാത്രത്തിൽ തട്ടി. പാത്രം നിലത്ത് വീണു, ഭക്ഷണം നിലത്ത് വീണു, പാത്രം പൊട്ടി. ആരുടെ മുമ്പിൽ വെച്ച്? അതിഥികളുടെ മുന്നിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെ ഇരുന്നു. വീട്ടിൽ നിന്ന് പ്രവാചകൻ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു പാത്രം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ പാത്രത്തിലേക്ക് ഈ ഭക്ഷണം എടുത്തു വെച്ചു. ശേഷം അതിഥികളോട് പറഞ്ഞു, ഗാറത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് കോപം വന്നതാണ്, ഗീറത്ത് വന്നതാണ്. ശേഷം അതിഥികളോട് പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക. ആയിഷ റളിയല്ലാഹു അൻഹയോട് എന്തെങ്കിലും ഉണ്ടിയോ? ഒന്നും പറഞ്ഞില്ല. ആ ഒരു രംഗത്തിൽ നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഭാര്യയോട് പ്രതികരിക്കുക? അല്ലാഹു മുസ്തആൻ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിന്റെ കൂടെ അവർ ജീവിച്ചു. അതവർക്ക് ബാധിച്ചിട്ടില്ല. അവരുടെ പരസ്പരം സ്നേഹത്തിൽ ഒന്നും അവർക്ക് ബാധിച്ചിരുന്നില്ല. അവരെപ്പോഴും ആ ഇഷ്ടത്തിൽ പരസ്പരം ജീവിക്കാൻ അവർക്ക് സാധിച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതികൾക്കിടയിൽ ആ ഒരു ചിന്ത വന്നത്? കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരസ്പരം വിയോജിപ്പ് വരുമ്പോഴേക്ക് ജീവിതാകെ പരാജയപ്പെട്ടു എന്ന നിലയിലുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമാ നടന്മാരും നടിമാരും അവരുടെ ജീവിതങ്ങൾ റീൽസിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്ളോഗേഴ്സ് ധാരാളമായി അവരുടെ ജീവിതങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ കരുതുന്നത് ഇതാണ് യഥാർത്ഥ ജീവിതം. പക്ഷെ അവർ ക്യാമറയിൽ കാണിക്കുന്നത് ഏറ്റവും നല്ല ഭാഗമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഇങ്ങനെ ജീവിതം കാണിച്ച പലരും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഡൈവേഴ്സായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സന്തുഷ്ട ജീവിതത്തിന് തടസ്സമല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കണം. അത് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. രണ്ടാമത്തേത്, നാം തിരുത്തേണ്ട നമ്മുടെ ഒരു ചിന്താഗതി, അധികാരം. പ്രത്യേകിച്ച് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, അധികാരത്തെ തെറ്റായി മനസ്സിലാക്കുക. ചില പുരുഷന്മാർ വിവാഹം ചെയ്യുന്നതോടുകൂടി ഭാര്യയെ നമ്മൾ കടയിൽ നിന്നെന്തോ സാധനങ്ങളൊക്കെ വാങ്ങിയതുപോലെ, പിന്നെ നമ്മൾ തോന്നുന്നത് പോലെ ആ ഭാര്യ നമ്മൾ ഉപയോഗിക്കാം. ആ ഭാര്യ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കയറി ഇടപെടും. നേരെ തിരിച്ചുമുണ്ട്. ചില പുരുഷന്മാർ വിവാഹം ചെയ്താൽ ഭാര്യമാര് പറയും, ഇനി ചങ്ങാതിമാരോട് മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു അധികാരം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഖവാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൻ നിസാഇൽ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളത്. പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളത്. എന്താണ് ഈ നിയന്ത്രണാധികാരം? അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം. എന്താണ് ഉദ്ദേശം? അതിനർത്ഥം ഭാര്യയുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കേണ്ടതില്ല എന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാറുണ്ടായിരുന്നോ? ഒരു ഉദാഹരണം ആരാ പറയാ? ഭാര്യയുടെ ഒരു അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതിന്. അഹ്സൻ. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പോയി. കാഫിരീങ്ങൾ ഉംറക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, എല്ലാവരും മുടി മുറിക്കുക, തഹല്ലുലാകാൻ വേണ്ടി പറഞ്ഞു. സഹാബികൾ ആരും കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി, അല്ലെങ്കിൽ അന്ന് താമസിച്ച സ്ഥലത്തേക്ക് കയറി.
അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഉമ്മു സലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികൾക്ക് എന്തു പറ്റി? ഞാൻ അവരോട് പറയുന്നു, അവരനുസരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ പറഞ്ഞു, പ്രവാചകരെ, താങ്കളൊന്നും അവരോട് പറയണ്ട. താങ്കൾ സ്വന്തമായി പോയി താങ്കളുടെ മുടി മുറിക്കുക, താങ്കൾ തഹല്ലുലാവുക. ഇത് കണ്ടാൽ സഹാബികളും അപ്രകാരം ചെയ്യുമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അത് പ്രവാചകൻ ചെയ്തത് കണ്ടപ്പോൾ സഹാബികൾ എല്ലാവരും പെട്ടെന്ന് തഹല്ലുലായി. അവർ മുടി മുറിക്കാൻ ധൃതി കാണിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ധൃതി കാരണത്താൽ പലരുടെയും തലകളിൽ മുറിവ് വന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഈ സംഭവത്തിൽ നമുക്കുള്ള പാഠം എന്താണ്? ഭാര്യയുടെ അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്. അവരുടെ അഭിപ്രായം ചോദിക്കും. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ എന്താണ് പുരുഷന്മാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഖവാമത്ത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്കുള്ള അധികാരം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഖവ്വാം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിൽ മസാലിഹ് വത്തദ്ബീർ വത്തഅദീബ്. ഭാര്യക്ക് അല്ലെങ്കിൽ വീട്ടിന്റെ മസ്ലഹത്ത് അനുസരിച്ച് വീട്ടിൽ ഗുണമുള്ള കാര്യങ്ങൾ എന്താണ് അതിന്റെ തീരുമാനമെടുക്കാനുള്ള അവകാശം ആർക്കാണ്? പുരുഷനാണ്. വത്തദ്ബീർ, വീട്ടിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശം ആർക്കാണ്? പുരുഷനാണ്. വത്തഅദീബ്, അതുപോലെ തന്നെ തന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളോ മറ്റോ ഉണ്ടായാൽ അവിടെ അദബ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കാണ്? പുരുഷനാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഖവാമത്തിന്റെ അർത്ഥം. അതല്ലാതെ ഖവാമത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അധികാരം, ഇനി ഭാര്യ എന്ത് ചെയ്യണമെങ്കിലും അതിൽ ഭർത്താവിന്റെ അനുമതി വേണമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് ഇന്നുണ്ട്. വിവാഹം ചെയ്താൽ പിന്നെ ഭാര്യ എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യയുടെ എല്ലാ കാര്യത്തിലും ഇടപെടാമെന്നുള്ളത് ഭർത്താവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവകാശമാണെന്ന് ചിലർ ധരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, പുരുഷന്മാരെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഖവാമത്ത് അത് അവർക്കുള്ള ബഹുമതിയാണോ അതല്ല ഉത്തരവാദിത്തമാണോ? ഉത്തരവാദിത്തമാണ്. ഒരർത്ഥത്തിൽ ബഹുമതിയാണെങ്കിലും അധിക ഭാഗവും ഉത്തരവാദിത്തമാണ്. ആ ആയത്തിന്റെ പൂർത്തീകരണത്തിൽ അള്ളാഹു പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളല അല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളത്. അള്ളാഹു ചിലർക്ക് മറ്റു ചിലരെക്കാളും മഹത്വം നൽകി. അതുപോലെ അവരാണ് ഇവർക്ക് വേണ്ടി ചെലവ് കൊടുക്കേണ്ടവർ. സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരാണ്? പുരുഷന്മാരാണ്. ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഖവാമത്ത് എന്നുള്ളത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകളോട് എങ്ങനെ നിൽക്കണം എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം, സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നാം നോക്കേണ്ടത്. അതല്ലാതെ ഖവാമത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി സ്ത്രീകളുടെ ഏത് വിഷയത്തിലും ഇടപെടാം എന്നുള്ള ഒരു അധികാരമല്ല. അതൊന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പൊ ശരീഅത്തിൽ ഒരു ഉദാഹരണം, ഇപ്പൊ കച്ചവടവുമായി ബന്ധപ്പെട്ട് ബൈഅ ഉണ്ട്, അഥവാ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു. ഓക്കെ. രണ്ടാമത്തേത്, നമ്മളൊരു സാധനം വാടകയ്ക്ക് എടുക്കുന്നു. ഇതിലേതിനോടാണ് വിവാഹ ജീവിതത്തിന് കൂടുതൽ സാദൃശ്യം? ഏതിനോടാ? രണ്ടിനോടുമല്ല, ഷറാക്കത്തിനോടാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകച്ചവടം എന്ന നിലയിൽ എന്നൊരു കച്ചവടം, ശരീഅത്തിലുള്ളൊരു കച്ചവടമാണ് കൂട്ടുകച്ചവടം. അതിനോടാണ് വിവാഹ ജീവിതത്തിന് കൂടുതൽ സാദൃശ്യമുള്ളത്. ആദ്യം ഞാൻ കച്ചവടത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതിനുശേഷം അത് വിവാഹ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാളുകൾ, നിങ്ങളെ പേരെന്താ? നിങ്ങളോ? തായിബോ? നിങ്ങളെ പേരെന്താ? ഇപ്പൊ റഷാദും ഇർഷാദും രണ്ടുപേരും ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനം എടുത്തു. റഷാദ് ഒരു 1,00,000, അല്ലെ, 1,00,000 റിയാല് റഷാദും 1,00,000 റിയാല് ഇർഷാദും കൂടി രണ്ടാളും എടുക്കണം. രണ്ടാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. മനസ്സിലാവുണ്ടോ? റഷാദിന്റെ അക്കൗണ്ടിൽ വേറെയും പൈസ ഉണ്ട്. രണ്ടാളും 1,00,000 മാറ്റി വെച്ചു. അവർ ബിസിനസ്സിൽ ആവശ്യാർത്ഥം ഒരു അക്കൗണ്ടിൽ ഈ രണ്ടാളുകളും പൈസ നിക്ഷേപിച്ചു. റഷാദിന്റെ അക്കൗണ്ടിൽ വേറെയും ധാരാളം പൈസയുണ്ട്. ഇർഷാദിന്റെ അക്കൗണ്ടിൽ വേറെയും പൈസയുണ്ട്. ഇവിടെ ഇർഷാദിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ്, ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ചതല്ലാതെ ഇർഷാദിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അല്ലെങ്കിൽ റഷാദിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് എങ്ങനെ ചെലവഴിക്കണമെന്ന് പറയാൻ ഇർഷാദിന് എന്തെങ്കിലും അവകാശമുണ്ടോ? റഷാദിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് എങ്ങനെ ചെലവഴിക്കണം എന്ന് പറയാൻ ഇർഷാദിന് അവകാശമുണ്ടോ? അവകാശമില്ല.
അതുപോലെ തന്നെ ഇർഷാദിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് എങ്ങനെ ചെലവഴിക്കണമെന്ന് പറയാൻ റഷാദിന് അവകാശമുണ്ടോ? അവകാശമില്ല. അങ്ങനെ അവിടെ മറ്റൊരാൾ കയറുമെന്നുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇതുപോലെയാണ് വിവാഹ ജീവിതം. ഒരു പെണ്ണ് അവളുടെ ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ജീവിച്ചു വരുന്നു. അതിനിടയിൽ ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്നു. നേരെ തിരിച്ചു ഭർത്താവും അവരുടെ കുടുംബത്തിന്റെ കൂടെ ജീവിച്ചു വരുന്നു. അതിൻ്റെ ഇടയിൽ വിവാഹം കഴിക്കുന്നു. അവർക്ക് വ്യക്തിപരമായ അവരുടേതായ ചില വിഷയങ്ങളുണ്ട്, അവരുടേതായ വിഷയങ്ങൾ. അതിൽ ഇടപെടാൻ ആർക്ക് അവകാശമില്ല? രണ്ടാമത്തെ വ്യക്തിക്ക് അവകാശമില്ല. എന്നാൽ അവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത ഈ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം റിയാല്, അതിൽ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്? രണ്ടാളും പരസ്പരം ഒരു ഒത്തൊരുമയിലെത്തി അവരുടെ തീരുമാനം അനുസരിച്ച് അവർ പ്രവർത്തിക്കണം. അതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അവരുടെ ബിസിനസ് പൊട്ടുന്നത്, അല്ലെ? അതല്ലാതെ അവരുടേതായ കാര്യങ്ങളിൽ മറ്റൊരാൾ ഇടപെടുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. അങ്ങനെ ഇടപെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാള് കല്യാണം കഴിച്ചു. കല്യാണത്തിന് മുമ്പ് അവൻ ആരുണ്ട്? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്. കല്യാണത്തോടു കൂടി അവന്റെ ജീവിതത്തിലേക്ക് ഭാര്യ വന്നു. ഭാര്യ പറയാണ്, പെങ്ങളെ കാണാൻ പോകരുത്, സുഹൃത്തുക്കളെ പേരെ നടക്കരുത്. ഇങ്ങനെ ഇടപെടുമ്പോൾ അവിടെ എന്താവും? പ്രശ്നങ്ങളാവും. ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമുണ്ടോ? അവകാശമില്ല. ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള പൈസയുടെ കാര്യം അവരെങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെയാണ്. ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമില്ല. നേരെ മറിച്ച്, നിങ്ങൾ ഒരു ഭാഗം മാത്രം കേട്ട് സന്തോഷിക്കണ്ട, നേരെ മറിച്ച് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഭാര്യയുടെ കല്യാണത്തിന് മുമ്പ് അവൾക്ക് ഉമ്മയുണ്ട്, അവൾക്ക് ഉപ്പയുണ്ട്, അവളുടെ സഹോദരന്മാരുണ്ട്. ഭർത്താവ് പറയാണ്, ഇനി ആരടുത്ത് പോകാൻ പാടില്ല, ഒരാളെയും കാണാൻ പാടില്ല, നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. ഭർത്താവിന് അവകാശമുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടായില്ലേ? ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയാണ് ഭാര്യയോട്, നീ നിന്റെ ഉപ്പയുടെ അരികിലേക്ക് പോകരുത്, അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ബന്ധം വെക്കരുത്. അങ്ങനെ പറയാനുള്ള അവകാശം ഭർത്താവിനുണ്ടോ? ഒരവകാശമില്ല. അത് ഭാര്യയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ കയറി നമ്മൾ ഇടപെടുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭർത്താവ് പറയും അവിടെ പോകാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, എന്നോട് വന്ന ചോദ്യം, ഒരു സഹോദരി ഈ പറഞ്ഞതുപോലെ ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ നിൽക്കുന്നത്. അങ്ങനെ ഭാര്യയ്ക്ക് അസുഖബാധിതനായ തന്റെ പിതാവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം. ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഭർത്താവിന് തടയാൻ എന്താ അവകാശം? ഇസ്ലാം ഒരു അവകാശവും നൽകുന്നില്ല. ഇത് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും എന്ന് തോന്നുന്നത് കൊണ്ട് ഞാനൊരു ഫത്വ വായിക്കാം. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം വന്നു, എനിക്ക് എന്റെ ഭാര്യയെ അവളുടെ ഉപ്പയെ സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, മൻഉഹാ ലാ യജൂസ്, അവളെ തടയുക എന്ന് പറയുന്നത് പാടില്ലാത്തതാണ്. ലാബുദ്ദ മിൻ തൻളീമിൽ ലിസ്സിയാറ, അവൾക്ക് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭർത്താവ് ചെയ്യേണ്ടത്. ഷെയ്ഖ് അത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണത്താൽ പറയുന്നില്ല. ശേഷം ഷെയ്ഖ് പറഞ്ഞു, വൽ മർഅതു അലൈഹാ അൻ തസില അർഹാമഹ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അവളുടെ ബാധ്യതയാണ്. വഅലൈക അൻത അൻ തുമക്കിനഹാ മിൻ ദാലിക്, ഭർത്താവ് എന്ന നിലയിൽ നീ ചെയ്യേണ്ടത് എന്താണ്? ഭാര്യയ്ക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അങ്ങനെയുള്ള വിഷയങ്ങൾ അത് പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പാടില്ല എന്ന് പറയാൻ പുരുഷന് പാടില്ല, അത് ഇസ്ലാം വിലക്കിയതാണ്. എങ്ങനെയാണ് കുടുംബബന്ധം വിച്ഛേദിക്കാൻ ഭർത്താവ് കൽപ്പിക്കുക? ഭർത്താവിന് എന്തധികാരം? ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇപ്പൊ രണ്ടുപേർക്കും അവരവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, അതിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ അവകാശം ഇസ്ലാം നൽകുന്നില്ല. എന്നാൽ രണ്ടുപേരും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, രണ്ടുപേരും കൂടി ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടാളുകളുടെയും തീരുമാനം ഉണ്ടാകണം. അപ്രകാരം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ പൊതുവായി ബാധിക്കുന്ന വിഷയം, ഉദാഹരണത്തിന് വീടുമായി ബന്ധപ്പെട്ട കാര്യം, അവർ രണ്ടുപേരും കൂടി തീരുമാനം എടുക്കാം. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ, ഭാര്യ അവളുടെ ഉപ്പയുടെ അരികിലേക്ക് പോയാൽ വീട്ടിൽ മക്കൾ ഒറ്റക്കാവും. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന് ആ സമയത്ത് തടയാം, പക്ഷെ പിന്നീട് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് എല്ലാവർക്കും ബാധിക്കുന്ന വിഷയങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. ഭർത്താവിന് സംസാരിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വിഷയത്തിൽ സംസാരിക്കാം. അതല്ലാത്ത വിഷയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. മറ്റൊരു ഉദാഹരണം, ഒരാൾ വിവാഹം ചെയ്തു, ഭാര്യയുടെ അരികിൽ ധാരാളം പൈസയുണ്ട്. ഈ ക്യാഷ് ഭർത്താവിന് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ വിധി? പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ
കുറച്ചു കാലം മുതലേ നടന്നു വരുന്ന ഒരു രീതിയാണ്, വിവാഹം ചെയ്യുമ്പോൾ പെണ്ണിന് കുറച്ചധികം ഗോൾഡ് അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കും. ഭർത്താവിന് ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഭാര്യയുടെ അനുമതിയില്ല എങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമാണ്. ഭാര്യ നിനക്കത് നൽകിയാൽ നിനക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഭാര്യയാണ് അതിന്റെ അവകാശി, ഭാര്യയാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ചോദ്യം വന്നു, അങ്ങനെ ഉപയോഗിക്കാമോ എന്നുള്ളത്. ഷെയ്ഖ് പറഞ്ഞു, ലൈസ ലഹു തസറുഫു ഫീ മാലിഹാ ഇല്ലാ ബിഇദ്നിഹാ, അവളുടെ അനുമതിയില്ലാതെ അവളുടെ സമ്പാദ്യം കൈകാര്യം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ലൈസ ലിസ്സൗജി തസറുഫു ഫീ മാലിഹാ ഇല്ലാ ബിഇദ്നിഹാ ലിഅന്നഹാ റശീദ, കാര്യബോധമുള്ള പെണ്ണാണെങ്കിൽ അഥവാ പ്രായപൂർത്തിയൊക്കെ എത്തി കാര്യബോധമുള്ള പെണ്ണാണെങ്കിൽ അവളുടെ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? അവരുടെ തീരുമാനമാണ്. അതിൽ ഭർത്താവ് ഇടപെടാൻ ഭർത്താവിന് യാതൊരു അവകാശവും ഇസ്ലാം നൽകുന്നില്ല. പക്ഷെ ഭർത്താവിന് ആ വിഷയത്തിൽ എന്ത് ചെയ്യാം? അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം ഭാര്യയുടെ അരികിൽ കുറച്ച് പൈസയാണ്, ഇപ്പം ഭർത്താവിന് പറയാം ഇങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. ഇപ്പൊ ഭാര്യ പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം ഭർത്താവ്? 3 ദിവസം മിണ്ടാണ്ടിക്കണോ? അല്ലെ? ഇല്ല. ഭാര്യ പറഞ്ഞു എനിക്കതിന് പറ്റില്ല. ഭർത്താവ് അതിന്റെ പേരിൽ ദേഷ്യം കാണിക്കാൻ പറ്റുമോ? പാടില്ല. ഏത് ഹക്കിന്മേലാണ് ഭാര്യയോട് ദേഷ്യം കാണിക്കുക? മൈമൂന റളിയല്ലാഹു അൻഹക്ക്, നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഓർത്തു വെക്കണം. മൈമൂന റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമയെ നൽകി. അതിപ്പോ ആരുടേതാണ്? മൈമൂനയുടേത്. ഒരു ദിവസം പ്രവാചകൻ ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ അരികിലാണല്ലോ. ഒരു ദിവസം മൈമൂന റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നപ്പോൾ ഈ അടിമയെ കാണാനില്ല. മൈമൂന റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ആ അടിമയെ ഞാൻ വിറ്റത് താങ്കൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ആ അടിമയെ ഞാൻ മോചിപ്പിച്ചത് താങ്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഫഅൽതി, നീ അങ്ങനെ ചെയ്തോ? അവരെ മോചിപ്പിച്ചോ? അവർ പറഞ്ഞു നഅം, ഞാൻ അവരെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നക ലൗ അഅതൈതഹ അഖ്വാലക കാന അഅളമ ലിഅജ്രിക, അവരെ മോചിപ്പിക്കുന്നതിന് പകരം നിന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് കൂടുതൽ ഉപകാരമുള്ളതായിരുന്നു, കൂടുതൽ പ്രതിഫലം ലഭിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശം നൽകി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന റളിയല്ലാഹു അൻഹയോട് ഒരു നിർദ്ദേശം പറഞ്ഞു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. അതല്ലാതെ എന്നോട് ചോദിക്കാതെ എന്തുകൊണ്ട് നീ വിറ്റു എന്ന് ചോദിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ഖുതുബകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അയച്ചുകൊണ്ട് എന്ന് പറയും, സ്ത്രീകളിൽ നിന്ന് സദഖ സ്വീകരിക്കാൻ വേണ്ടി പറയും. സ്ത്രീകൾ ഹദീസുകളിൽ വന്നതുപോലെ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ട് സദഖ നൽകും. ഭർത്താവിനോട് ചോദിച്ചിരുന്നോ? ഇല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആ സംഭവം തെളിവാക്കി പറയുന്നതായി കാണാം. സ്ത്രീകൾക്ക് അവരുടെ സമ്പാദ്യം ചെലവഴിക്കുന്നതിൽ ഭർത്താവിനോട് അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോദിക്കുന്നതാണ് നല്ലത്. നല്ലൊരു കുടുംബ ജീവിതത്തിൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഭർത്താവിന് അവകാശമില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു 5 പവനുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പവന് പൈസ കൂടുതലല്ലേ. ഭാര്യ സ്വയിഷ്ടപ്രകാരം ഈ സ്വർണം സദഖ ചെയ്തു. വീട്ടിലേക്ക് ഭർത്താവ് വന്നു, കയ്യിൽ സ്വർണ്ണമില്ല. എന്തായിരിക്കും ഒരു ഭർത്താവ് എന്ന നിലയിൽ ഓരോരുത്തരും ഭാര്യയോട് പെരുമാറുന്ന രീതി? ഞാൻ ഇത്ര ഫക്കീറായി നിൽക്കുമ്പോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങളിത് ശരിക്കും ചിന്തിക്കണം. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഭാര്യയുടെ സമ്പാദ്യത്തിൽ ഭർത്താവിന് അധികാരമില്ല. ഭാര്യ എത്ര സമ്പാദ്യമുള്ളവരാണെങ്കിലും ആ സമ്പാദ്യം ഉപയോഗിക്കേണ്ടത് ആരാണ്? ഭാര്യയാണ്. ഇനി ഭാര്യ പറയാണ് ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഈ പൈസ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അതല്ലാതെ ആ ഭാര്യ ആ സമ്പാദ്യം ചെലവഴിച്ചതിന്റെ പേരിൽ അവരോട് കോപിക്കാനോ, അല്ലെങ്കിൽ ഭർത്താവ് ഒരു നിർദ്ദേശം പറഞ്ഞു, നിർദ്ദേശങ്ങളുടെ ശറഈന്റെ കാഴ്ചപ്പാട് എന്താണ്? നസീഹത്തിൽ പൊതുവായി നമുക്ക് അത് സ്വീകരിക്കാൻ ഖൈറായി തോന്നുന്നെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. ഭർത്താവ് ഒരു നിർദ്ദേശം പറഞ്ഞു, ഭാര്യക്ക് അത് ഖൈറായി തോന്നുന്നില്ല, ഭാര്യ അത് സ്വീകരിച്ചില്ല. അതിന്റെ പേരിൽ ഭർത്താവ് അവളോട് ദേഷ്യം കാണിച്ചാൽ ആ ഭർത്താവ് പാപിയാണ്. പാടില്ല. ഇസ്ലാം അനുവദിക്കാത്ത ഒരു ഹക്കിന്മേലാണ് അത്തരത്തിൽ ദേഷ്യം കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധ കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ഒരു നമുക്ക് മനസ്സിലാകാനുള്ള ഉദാഹരണം കൂട്ടുകച്ചവടം പോലെയാണ്. അതല്ലാതെ നമ്മൾ അവരെ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ അവരെ തൽക്കാലം വാടകയ്ക്ക് എടുക്കുന്നതോ അങ്ങനെ ഒന്നുമല്ല. മറിച്ച് കൂട്ടുകച്ചവടം പോലെയാണ്. അവർക്ക് അവരുടേതായ ഹുഖൂഖുകളുണ്ട്, പുരുഷന്റേതായ ഹുഖൂഖുകളുണ്ട്. അതിൽ 2 വിഷയത്തിലും മറ്റൊരാൾ ഇടപെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ നമുക്ക് പറ്റുന്നത് എന്താണ്? അഭിപ്രായം പറയാം, നിർബന്ധിക്കാൻ പാടില്ല. ഈ ഒരു ഖാഇദ നിങ്ങൾ ഹിഫ്ള് ചെയ്യാം. ഭാര്യയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിഷയത്തിൽ
നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്നത് അഭിപ്രായം പറയാം, നിർബന്ധിക്കാൻ പാടില്ല. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. സ്ത്രീകളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധം വെച്ച് പുലർത്തുന്നത് ഭാര്യയ്ക്ക് തടയാൻ ഒരു അവകാശവുമില്ല. അത് ഭാര്യ തടയുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഭർത്താവ് ഭാര്യയെ തടയുമ്പോഴാണ് ആ കുടുംബത്തിൽ പ്രശ്നം വരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഇപ്പം ഭാര്യയുടെ സമ്പാദ്യം ഖാസായ കാര്യങ്ങൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു. മറ്റൊരു ഉദാഹരണം, വീട്ടിൽ ബാധിക്കുന്ന, എല്ലാവർക്കും ബാധിക്കുന്ന ഒരു ഉദാഹരണം. വീട്ടിൽ നിന്ന് തീരുമാനം എടുത്തു, ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച എല്ലാവരും ടൂർ പോകണം. എല്ലാവരും, അടിസ്ഥാനം എന്താണ്? നമ്മൾ വീട്ടിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഭാര്യയും മക്കളും അതുപോലെ തന്നെ വീട്ടിലെ ഗൃഹനാഥനും എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുക, എവിടേക്ക് പോകാം. അതാണ് അടിസ്ഥാനം. വശാവിറുഹും ഫിൽ അംർ. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും ഷൂറ ചെയ്യുക. മക്കൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഭർത്താവ് മറ്റൊരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഭാര്യയ്ക്ക് മറ്റൊരു അഭിപ്രായമാണ്. ഇവിടെ എന്ത് ചെയ്യണം? എല്ലാം കൂട്ടി ഒരുമിച്ച് ഈ പറഞ്ഞ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് സഫലീകരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. എല്ലാവരുടെ അഭിപ്രായം മാനിക്കാം. ഇനി ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ ടൂറേ പോകാൻ പറ്റും. ഭർത്താവിന് ഒരു അഭിപ്രായം, ഭാര്യയ്ക്ക് മറ്റൊരു അഭിപ്രായം, കുട്ടികൾക്ക് വേറെ അഭിപ്രായം. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയാണ് അള്ളാഹുവിന്റെ തീരുമാനം, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. തീരുമാനമെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ അത് നിയന്ത്രിക്കേണ്ടത് ആരാണ്? പുരുഷനാണ്. ആ തീരുമാനം പുരുഷന് നൽകുക. അതൊരു സ്ത്രീക്ക് അതിൽ പ്രയാസം തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഈമാനിന്റെ ഭാഗമാണ്. സമിഅന വഅതഅന, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഭാര്യയുടെ അഭിപ്രായം പരിഗണിക്കാതിരിക്കുക, അത് കേൾക്കാതിരിക്കുക, അതല്ല. നമ്മൾ അവരോട് കൂടിയാലോചിക്കുക, അവരോട് ശൂറ ചെയ്യുക. അവരുടെ അഭിപ്രായം മാനിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് കൂടി നമ്മൾ ചെയ്യുക. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ അവിടെ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? പുരുഷനാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവൾക്ക് വിവാഹപ്രായമെത്തി. അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഷൂറ കൂടുക, ഉമ്മയും ഉപ്പയും ഒക്കെ സംസാരിക്കുക, എങ്ങനെ വിവാഹം ചെയ്യിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഅ്മിറു നിസാഅ ഫീ തസ്വീജി ബനാതിഹിൻ. നിങ്ങൾ സ്ത്രീകളോട് അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യിപ്പിക്കുന്ന വിഷയത്തിൽ അനുമതി ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഉമ്മമാരോട് അനുമതി ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറഞ്ഞു, കാരണം പെൺകുട്ടികളുടെ സ്വഭാവവും അവരുടെ ബന്ധവും ഒക്കെ, അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്നത് ആർക്കാണ്? ഉമ്മമാർക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നു, വീട്ടിലുള്ള പെൺകുട്ടിക്ക് ഒരു ആലോചന വന്നാൽ അടിസ്ഥാനം എന്താണ്? എല്ലാവരും കൂടി സംസാരിച്ച് തീരുമാനം എടുക്കാം. ഇനി എല്ലാവരും കൂടി സംസാരിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുന്നില്ലെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് എന്താണ്? മറ്റൊരു ആലോചന നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവരും കൂടി, വീട്ടിലെ ഉമ്മയും ഉപ്പയും കൂടി ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ എങ്ങനെയും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, രണ്ടാളുടെയും വാക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാന വാക്ക് ആർക്കാണ്? പുരുഷനാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതാണ് അവിടെ ഉദ്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പുരുഷനുള്ള അധികാരം എന്ന് പറയുന്നത് അത് മോശമായി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അവരെ പരിഗണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാന് അതൊക്കെ ചോദിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പറ്റിയിട്ടില്ല എങ്കിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞതുപോലെ അവസാന തീരുമാനം ആരുടേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വശാവിർഹും ഫിൽ അംർ. പ്രവാചകരെ, അവരോട് നിങ്ങൾ കൂടി ആലോചിക്കുക. ഫൈദാ അസംത, ഒരു കാര്യം താങ്കൾ ഇനി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, ബാക്കി അല്ലാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് താങ്കൾ അത് മുന്നോട്ട് പോവുക. ഇപ്രകാരം വീട്ടിലൊരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി ആലോചിക്കുക. എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്തിമ തീരുമാനം അത് പുരുഷന്റേതാണ്. അത് സ്ത്രീ തൃപ്തിപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം അത് ഈമാനിന്റെ ഭാഗമാണ്. സമിഅനാ വഅതഅനാ. അങ്ങനെ നാം അള്ളാഹുവിന്റെ തീരുമാനം അനുസരിക്കാൻ തയ്യാറായാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ജീവിതം നൽകും. ഇനി അതല്ല, അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിലോ? അള്ളാഹു പറയുന്നു സൂറത്തു ത്വാഹയിൽ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരെങ്കിലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലെങ്കിൽ കുടുസായ ജീവിതമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുക. ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകാം, സമയം കുറവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു
ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും വഴക്കിടുക, അതൊന്നും ഒരിക്കലും എന്തല്ല സന്തുഷ്ട ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യമല്ല. അങ്ങനെ സന്തുഷ്ട ജീവിതം എന്ന് ആരും മനസ്സിലാക്കാനും പാടില്ല. മറിച്ച് ഒരു പ്രശ്നം വന്നാൽ അതിനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം. തയ്യിബ്, ഇനി നമ്മൾ കല്യാണം കഴിച്ചവരാണെങ്കിലും കഴിക്കാൻ പോകുന്നവരാണെങ്കിലും എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇതുവരെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സന്തുഷ്ടമായ ഒരു ജീവിതമാക്കാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാർട്ട്ണറുടെ വിഷയത്തിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുക. ഇത് അള്ളാഹുവിന്റെ ഖദറാണ്. ആദ്യം കണ്ടു ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് ഖൈറ് ചോദിക്കുക. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് വെച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനം എന്താണെങ്കിലും എനിക്കത് ഖൈറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൂർണ്ണമായി തൃപ്തിപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അത് അവരിൽ പോസിറ്റീവായ സ്വഭാവങ്ങൾ ഉണ്ടാകും, നെഗറ്റീവുകൾ ഉണ്ടാകും. പോസിറ്റീവുകളും ഉണ്ടാകും, നെഗറ്റീവുകളും ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി അവരുടെ നല്ല സ്വഭാവങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഭർത്താവിന് എന്തെങ്കിലും ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ ഭാര്യ അത് വിട്ടേക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല സ്വഭാവങ്ങളിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ ചെലുത്തുക. അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവും ഭാര്യയുടെ വിഷയത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണടക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കണം. അതല്ലാത്ത വിഷയങ്ങൾ, അവരിലുള്ള നെഗറ്റീവുകൾ, അതൊക്കെ നമ്മൾ കണ്ണടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ തന്നെ ചില മോശപ്പെട്ട ഗുണങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാത്രം തട്ടുക, അത് പ്രവാചകന്റെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അതിഥികളുടെ മുന്നിൽ വെച്ച്. പക്ഷെ അത് സ്വാഭാവികമാണ്. മനുഷ്യരാരും പൂർണ്ണരല്ല, ആരും പൂർണ്ണരല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ഗാറത്ത് ഉമ്മുക്കും എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തു. ഇപ്രകാരം നമ്മുടെ പാർട്ട്ണറെ പൂർണ്ണമായി തൃപ്തിപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം, ലാ യഫ്റക് മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിനായ പുരുഷൻ മുഅ്മിനത്തായ സ്ത്രീയെ വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് എങ്കിൽ അവളിൽ ഇഷ്ടപ്പെടുന്ന വേറെയും സ്വഭാവങ്ങൾ ഉണ്ടാകും. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആ നല്ല സ്വഭാവം ഈ മോശപ്പെട്ട സ്വഭാവത്തിന് പകരമായി സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കാം. ഇപ്പൊ ഒരുപക്ഷെ ചില പുരുഷന്മാർ പെട്ടെന്ന് കോപിച്ചു പോകും, അത് മാറ്റണം. ഞാൻ പറയുന്നത് ബാക്കിയുള്ള നല്ല കുറെ സ്വഭാവങ്ങൾ ഉണ്ടാകും. ഈ പെട്ടെന്ന് ചൂടാകുന്നു എന്ന കാരണത്താൽ ഭാര്യ ഭർത്താവിനെ വെറുക്കാൻ പാടില്ല. അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം ആ ഭർത്താവിനുള്ള നല്ല ക്വാളിറ്റികൾ അത് കണ്ടെത്താൻ വേണ്ടി ഭാര്യ ശ്രമിക്കുക. നമുക്ക് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, രണ്ടുപേരും പരസ്പരം തൃപ്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തേത്, ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കുക, അതുപോലെ തന്നെ അവൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങി നൽകുക, ഇതൊക്കെ പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. ഇത് പുരുഷൻ ചെയ്യുക. അതുപോലെ സ്ത്രീകൾ ചിന്തിക്കുക അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് അവർ നിർവഹിക്കുക. രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ആരെങ്കിലും മുഅ്മിനായ ആണോ പെണ്ണോ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യയെ ഓർക്കാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹു പറയുന്നത് എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്താൽ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് ഭാര്യയോട് നല്ല പെരുമാറ്റം, ഭർത്താവിനോടുള്ള നല്ല പെരുമാറ്റം. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന് അള്ളാഹു പറയുന്നു. ഇനി നിങ്ങൾ അത് ചെയ്തില്ലെങ്കിലോ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ കുടുസായ ജീവിതം നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്ക് മേലുള്ള ബാധ്യതകൾ, ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ നല്ല നിലയിൽ നിർവഹിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നല്ല നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇനി ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്തതുപോലെയാണ് അവർ പറയുന്നത്. ഇനി ഇങ്ങനെ ജീവിച്ചു പോവാ, കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി, ഇനി ഇങ്ങനെ ജീവിച്ചു പോവാ, അതിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയം വരെ അവിടുന്ന് ഭാര്യമാരോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ?
നിങ്ങൾക്ക് നമുക്കൊരു 5 മിനിറ്റ് എടുത്തിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ഭാര്യമാരോടുണ്ടായ, നമ്മൾ പറയുന്ന ഭാഷയിൽ റൊമാൻറ്റിക് മൊമെന്റ്സ് ആരൊക്കെ പറയും? ചില കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങളുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരിക്കുന്ന, നമ്മൾ ഇന്ന് പറയുന്ന രീതിയിൽ റൊമാൻറ്റിക് ആയ സാഹചര്യങ്ങൾ ആർക്കൊക്കെ പറയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തിയിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക, പ്രവാചകൻ ഒരു പ്രായം കഴിഞ്ഞ ശേഷം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു തവണയല്ല, ഒന്നിലധികം തവണയും നടത്തിയിട്ടുണ്ട്. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. ചില ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഹൈളുകാരിയായിരിക്കെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ച ഗ്ലാസ് അതെടുത്ത് പ്രവാചകൻ കുടിക്കുമെന്ന് മാത്രമല്ല, ബുഖാരിയിലൊക്കെ ഉള്ളതുപോലെ അവിടെ വായ വെക്കാൻ നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുമായിരുന്നു. അതേ ഹദീസിന്റെ ബാക്കിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവരെന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹ മാംസമൊക്കെ കഴിച്ചാൽ അത് പിന്നീട് പ്രവാചകന് കൊടുത്താൽ ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച ഭാഗത്ത് കടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുമായിരുന്നു. വേറെ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും അല്ലെങ്കിൽ പ്രവാചകനും ഭാര്യയും ഒരുമിച്ച് കുളിക്കാറുണ്ട്. ഹദീസിൽ കാണാം, നഗ്തരിഫു ജമീഅൻ, ഒന്നിച്ച് രണ്ടുപേരും പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്തു കുളിക്കും. ശേഷം ചില ഭാര്യമാര് പറയും, ദഅലി ദഅലി, എനിക്ക് കുറച്ച് വെള്ളം ബാക്കി വെക്കുക എന്ന് ഭാര്യമാർ പറയാറുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വേറെ മിസ്വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം രോഗസമയത്ത് കിടക്കുമ്പോൾ പോലും അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് കയറി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ആ മിസ്വാക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത് വേണോ പ്രവാചകരെ? വേണമെന്ന് പറഞ്ഞപ്പോൾ ആ മിസ്വാക്ക് എടുത്തു, അതിന്റെ അറ്റം പ്രവാചകന് പല്ല് തേക്കാൻ മയപ്പെടുത്തിയ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്ന് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരുന്ന് ആയിഷ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ വലിയ ഹദീസ് ഉണ്ട്, ഉമ്മു സറഇന്റെ ഹദീസ് എന്നാണ് പറയുക, വലിയ ഹദീസാണ്. 11 സ്ത്രീകളുടെ ചരിത്രം ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഇന്ന് പല ഭർത്താക്കന്മാർക്ക് സമയമില്ലാത്ത എന്തിനാണ്? ഭാര്യമാരുടെ കഥകൾ കേൾക്കാൻ. അവർക്ക് കുറെ പറയാനുണ്ടാകും, അതിരുന്ന് കേൾക്കുക, അതിലെന്താ തടസ്സം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാറുണ്ടായിരുന്നു. ഉമ്മു സറഇന്റെ സംഭവം വളരെ പ്രസിദ്ധമായ സംഭവമാണ്. നിങ്ങളിരുന്ന് പോയ ശേഷം മൊബൈലിലോ മറ്റോ സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് നോക്കിയാൽ വളരെ വലിയ ഹദീസാണ്. പക്ഷെ ഇന്ന് പല ഭർത്താക്കന്മാർക്കും അതിന് സമയമില്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളുകൾ ഇന്ന് കരുതുന്നത് ഇതൊക്കെ മുളഹുദസിന്റെ ജീവിതത്തിൽ, അതല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ അല്ല. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ധാരാളം നമുക്ക് കാണാം. വേറെ എന്തെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ? പ്രവാചകൻ വീട്ടിലെ പണിയെടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ യകൂനു ഫീ മിഹ്നതി അഹ്ലി, വീട്ടിലെ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാറുണ്ടായിരുന്നു. അത് അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ ചില ഭാര്യമാർ, പ്രത്യേകിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടുകാരികൾക്ക് ആടിനെ അറുത്തും മറ്റും ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റൊരു മസ്അല, സ്ത്രീകൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടേതായ കാര്യങ്ങളുണ്ട്, എല്ലാവരും മുഷ്തറക്കായ വിഷയമുണ്ട്, സാന്ദർഭികമായി വന്നതാണ്. സ്ത്രീകൾക്ക് വിവാഹത്തിന് മുമ്പ് അവരുടെ കൂട്ടുകാരികൾ ഉണ്ടാവില്ലേ? അവർ പഠിച്ചെടുത്തും മറ്റൊക്കെ കൂട്ടുകാരികൾ ഉണ്ടാവും. ആ ബന്ധം ഇനി വേണ്ട എന്ന് പറയാൻ പുരുഷന് അധികാരമുണ്ടോ? അതൊക്കെ നമ്മള് ഭാര്യയെ അവരുടെ കൂട്ടുകാരികളുടെ അരികിലേക്ക് അയച്ചാൽ അവളുടെ ദീന് മോശാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിലക്കാം. അതല്ലാതെ നല്ലവരായ സാലിഹത്തായ നല്ല പെൺകുട്ടികൾ, നല്ല സ്ത്രീകൾ, അവരുടെ അരികിൽ നമ്മുടെ ഭാര്യയെ വിടില്ല, അല്ലെങ്കിൽ അവിടെ പോകരുത്, അവരുമായി ബന്ധം വിച്ഛേദിക്കണം എന്ന് പറയാനുള്ള അധികാരം പുരുഷനുണ്ടോ? പുരുഷനില്ല. പുരുഷന് അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ അൻസാരികളായ ചില സ്ത്രീകൾ
ഉമ്മു സലമയുടെ ചില സുഹൃത്തുക്കൾ ആ വീട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചു നോക്കി. സ്വന്തം ഭാര്യയുടെ വഫാത്തിന് ശേഷം അവരുടെ ചങ്ങാതിമാരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടുള്ള സ്നേഹം പ്രകടമാക്കുമായിരുന്നു. ഒരിക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? എന്താ പറഞ്ഞ? ആയിഷ. ഇന്ന് ചില പുരുഷന്മാരുണ്ട്, ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്, ചില ആൾക്കാർ എന്ത് പറയും, സ്നേഹമുണ്ട് കാണിക്കാറില്ല. പിന്നെ എന്തിനാ സ്നേഹം? അതിന്റെ കാര്യമില്ല. സ്നേഹം കാണിക്കണം, ഭാര്യയോട് സ്നേഹം കാണിക്കണം. ഭാര്യ തിരിച്ചും ഭർത്താവിനോട് സ്നേഹം കാണിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയാൽ എന്ത് ചെയ്യും? സലാം പറയും. ഇന്ന് പലരും സുബ്ഹാനല്ലാഹ്, ചില ആളുകളൊക്കെ ഭാര്യയെ ഫോൺ വിളിച്ചാൽ സലാം പറയില്ല, നേരെ കാര്യം പറയും. ഭാര്യയ്ക്ക് സലാം പറയാന്ന് പറയുന്നത് പലരും ശീലിച്ചിട്ടില്ല. വീട്ടിൽ ചെന്നാൽ ഭാര്യയോട് ഫസ്റ്റ് സലാം പറയാ, അസ്സലാമു അലൈക്കും. എന്താ അതിനർത്ഥം? നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള കരുണ ഉണ്ടാകട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അത് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ. വീട്ടിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്ക് ഉപയോഗിക്കാറുണ്ട്. ഭാര്യയെ ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അടുത്തൊരു കാര്യം, ഇങ്ങനെ നമ്മൾ വിവാഹം ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ നല്ല നിലയിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഒരു പ്രശ്നമുണ്ടായി, രണ്ടാളുകളും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു, തെറ്റിപ്പിരിഞ്ഞു. ഇനി എങ്ങനെ നന്നാകും? ഒന്നാമത്തെ കാര്യം, ഓരോരുത്തരും, ഭാര്യ ചിന്തിക്കുക, അതുപോലെ ഭർത്താവും ചിന്തിക്കുക, പ്രശ്നപരിഹാരം തുടങ്ങേണ്ടത് ആരാണ്? ഭാര്യയാണ്, ഭർത്താവാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ തുടങ്ങണം. അതല്ലാതെ അവരൊന്നും മിണ്ടട്ടെ, അല്ല, ഞാൻ പോയി മിണ്ടിയാൽ ഞാൻ കുറഞ്ഞു പോവോ, അവരിങ്ങോട്ട് വരട്ടെ, അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ട് പോയി മിണ്ട, അങ്ങോട്ട് പോയി സംസാരിക്കുക. ചില ഉലമാക്കൾ ഇതിന് തെളിവായി പറയുന്നത് കാണാം. ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായവും സ്വന്തമായി മാറുന്നത് വരെ അള്ളാഹു അവരെ മാറ്റുകയില്ല. ഇപ്പൊ നമ്മൾ സ്വന്തം തീരുമാനം എടുക്കുക, നമ്മൾ മാറും. ഇപ്പൊ ഭാര്യയായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെട്ടത്, നമുക്ക് വ്യക്തമായിട്ട് അറിയുണ്ടാവും ഭാര്യയുടെ ഭാഗത്താണ് പിഴവ്. പക്ഷെ ആ പിഴവ് ഭാര്യയിൽ നിന്ന് വരാനുള്ള കാരണം ഒരുപക്ഷെ എന്തായിരിക്കും? ഭർത്താവായിട്ട് വർഷങ്ങളോളം ജീവിക്കുകയല്ലേ. ആ മുമ്പേ മനസ്സിലുള്ള പകയായിരിക്കാം, ദേഷ്യമായിരിക്കാം, ഭർത്താവ് സബബായിട്ടുണ്ടാവാം. നേരെ തിരിച്ചും ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക, നമ്മൾ പോയിട്ട് നന്നാവാം. അതല്ലാതെ ഭാര്യ ഇങ്ങോട്ട് വന്ന് നന്നാവട്ടെ എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ഭാര്യമാർ നേരെ തിരിച്ച് രണ്ടുപേരും തീരുമാനം എടുക്കുക, നമ്മൾ പോയി നന്നാവും. ഇനി നമുക്ക് തോന്നാണ് നമുക്ക് ഒരു കുറവുമില്ല, നമ്മൾ ഭാര്യയോട് 100% നല്ലവരാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ചേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിണ്ടാൻ പോണ്ട, ഭാര്യ ഇങ്ങോട്ട് വരട്ടെ. ഇല്ല, ഒരു ഭാര്യ അങ്ങനെ ഉണ്ടാവില്ല, ന്യൂനതകൾ ഉണ്ടാകും. മൻ അല്ലദീ തുർദാ സജായാഹു കുല്ലുഹ. അറബിയിൽ ഒരു കവിതയിലുള്ളതുപോലെ, ആരുടെ സ്വഭാവമാണ് പരിപൂർണമായി ഒരു പ്രശ്നവുമില്ല, അത് തൃപ്തിപ്പെടാൻ പറ്റുന്നതാണെന്ന് പറയാൻ പറ്റാ? ഒരാളുമില്ല, ഒരാളുടെയും സ്വഭാവം അങ്ങനെയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി നന്നാവാൻ വേണ്ടി ശ്രമിക്കാം. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല പറയുന്നതായി കാണാം, നിങ്ങൾ അങ്ങോട്ട് പോയി നന്നാകുമ്പോൾ അതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? നിങ്ങൾ ഉജ്ബില്ല എന്ന് സ്വന്തം സമ്മതിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എന്തോ സ്വന്തത്തോടൊരു ഇഷ്ടം എന്ന് പറയില്ലേ, അതില്ല, നമ്മൾ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നത് പോലെയാണ്. അത് തന്നെ ഒരു ബുദ്ധിമാന്റെ മതിയായതാണ് എന്ന് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റൗദത്തുൽ ഉഖലാ എന്ന കിതാബിൽ പറയുന്നതായി കാണാം. രണ്ടാമത്തെ കാര്യം, ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും ഇതൊക്കെ ഈ കുടുംബജീവിതം നടന്നു പോകുന്നതും മറ്റും നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് തോന്നൽ നമുക്കുണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം, റബ്ബിൽ നമ്മൾ തവക്കുൽ ചെയ്യാം, നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്, ഭാര്യയുമായി എന്തെങ്കിലും വിയോജിപ്പിലുണ്ടാകും, പ്രശ്നങ്ങളാകും, ദുആ നമ്മൾ മറന്നുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലും സൂറത്തു ആലു ഇമ്രാനിലും സക്കരിയ അലൈഹിസ്സലാമിന്റെ ദുആ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വസക്കരിയ, അള്ളാഹു പറയാണ്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അദ്ദേഹം ഒരു ദുആ ചെയ്തു, അള്ളാഹുവേ എന്നെ ഒറ്റക്കാക്കരുത്, എനിക്ക് സന്താനങ്ങൾ നൽകണം. അള്ളാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, സക്കരിയയുടെ ദുആക്ക് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ എന്ന് പറയുന്ന ഒരു സന്താനത്തെ നാം നൽകി സക്കരിയക്ക്. ഒരു ദുആ, യഹ്യ എന്ന് പറയുന്ന മകനെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജ,
അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ എന്താണ് നന്നാക്കിയത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറഞ്ഞു അവരുടെ സ്വഭാവം നല്ലതായിരുന്നില്ല, ആ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുത്തു. ഒരു ദുആ സക്കരിയ അലൈഹിസ്സലാം ചെയ്തപ്പോൾ മകനെ നൽകി, ഭാര്യയുടെ സ്വഭാവം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹു പറഞ്ഞു ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, സക്കരിയ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാല, എന്താണ് ദുആ? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് നല്ല സന്താനങ്ങൾ നൽകണം. ആ ആയത്തിന്റെ അവസാനത്തിൽ ഫനാദത്ഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. സക്കരിയ അലൈഹിസ്സലാം ആ ഒരു ദുആ കാരണത്താൽ അല്ലാഹു നൽകിയ സന്തോഷ വാർത്തകൾ. യുബശ്ശിറുക ബിയഹ്യ, യഹ്യ എന്ന് പറയുന്ന മകൻ, മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദ, നേതാവായ ഒരു മകൻ, വനബിയ്യൻ മിനസ് സാലിഹീൻ, നബിയായ സാലിഹായ ഒരു മകനെ ഞാൻ നിനക്ക് നൽകാമെന്ന് അള്ളാഹു സന്തോഷ വാർത്ത നൽകി. എത്ര കാര്യങ്ങൾ! നബിയാക്കി, സാലിഹാക്കി, സയ്യിദാക്കി, മകൻ നൽകാമെന്ന് പറഞ്ഞു. എത്ര ദുആ ചെയ്തു? ഒരു ദുആ. ഒരു പക്ഷേ രാത്രി നിസ്കാരങ്ങളിൽ സുജൂദിൽ ഒരു ദുആ ആയിരിക്കും നമ്മുടെ ജീവിതത്തെ ഒന്നടങ്കം മാറ്റുന്നത്. ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മുടെ ദേഷ്യം കൊണ്ടും മറ്റും നേരിടുന്നതിന് പകരം ഒരു ദുആ സുജൂദിൽ അള്ളാഹുവിനോട് ചെയ്താൽ അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ നിസാരമായിരിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത്തരത്തിലുള്ള ദുആകൾ ശൈഖുൽ ഇസ്ലാം മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞതുപോലെ ഫഇന്ന ബിഹാ തുഹ്മലുൽ അസ്ഖാൽ വതുകാബദുൽ അഹ്വാൽ വയുനാലു ബിഹാ റഫീഉൽ അഹ്വാൽ, വലിയ വലിയ പ്രയാസങ്ങൾ നീക്കാൻ, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, ഏത് പ്രശ്നത്തെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഒരു വാക്കുകൊണ്ട്. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായാൽ വർദ്ധിപ്പിക്കുക ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അൽ വാബിലുസ് സയ്യിബിൽ പറയുന്നതായി കാണാം വഹാദിഹിൽ കലിമ ലഹാ തഅ്സീറുൻ അജീബുൻ ഫീ മുആലജത്തിൽ അശ്ഗാൽ അസ്സഅബ വതഹമ്മുലിൽ മശാഖ്. വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ, അതിനെ പൂർണ്ണമായി മാറ്റിക്കളയാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ സാധിക്കും. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരത്തിൽ ദുആ ചെയ്യുന്നവർ ഏറെ കുറവാണ്. നമ്മൾ വർദ്ധിപ്പിക്കണം. കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ റബ്ബിലേക്ക് നമ്മൾ തിരിയുക. അല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മുഅ്മിനീങ്ങളുടെ സിഫാത്തുകളായി അല്ലാഹു പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞ എന്താണ്? അവർ തന്റെ മക്കൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. എന്താണ് അവരുടെ ദുആ? റബ്ബന, അല്ലാഹുവേ, ഹബ് ലനാ, നമുക്ക് നൽകണം, മിൻ അസ്വാജിന, നമ്മുടെ ഭാര്യമാർ, വദുർരിയാതിന, നമ്മുടെ സന്താനങ്ങൾ, ഖുർറത അഅ്യുൻ, കൺകുളിർമ നൽകണം. നമ്മളിങ്ങനെ മലയാളത്തിൽ പറഞ്ഞു പോകാറുണ്ട് കൺകുളിർമ. എന്താണ് ഈ ഖുർറത അഅ്യുൻ എന്നതുകൊണ്ട് ഉദ്ദേശം? ഖറാറുൽ ഐൻ, കണ്ണ് അങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ സന്താനങ്ങൾ അവരെത്രത്തോളം നന്നാകാനാണ് ഈ ദുആയിൽ നമ്മൾ പറയുന്നത്. അല്ലാഹുവേ, അവരെ കണ്ടാൽ എനിക്ക് കണ്ണെടുക്കാൻ തോന്നരുത്, എനിക്ക് അവരെ നോക്കി നിൽക്കാൻ പറ്റണം. എന്റെ ഭാര്യ എനിക്ക് കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാൻ പാടില്ല. എന്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് കുളിർമയുണ്ടാകണം. നമ്മൾ മലയാളത്തിൽ കൺകുളിർമ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ഉദ്ദേശം പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വലിയ ആയുധം. അവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നന്നായി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ കുടുംബം ഏറ്റവും നല്ല നിലയിലാകാൻ നമ്മൾ ദുആ ചെയ്യുക. അപ്രകാരം തന്നെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് നല്ലവരോട് കൂടിയാലോചിക്കുക. നല്ല ആളുകളോട് കൂടിയാലോചിക്കുക. ഇത് കുടുംബത്തിൽ നിന്നാവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, മൂന്നാമതൊരു പുറമേ നിന്നുള്ള ഒരു വ്യക്തിയാകാം. ആരോടാണെങ്കിലും നല്ലവരാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ അവരോട് കൂടിയാലോചിക്കുക. ഇന്ന് ചില സ്ഥലങ്ങളിൽ കൗൺസിലിങ്ങിന്റെ ബോർഡൊക്കെ വെച്ചിട്ട് ചില ആളുകൾ ഉണ്ടാവും. ഡൈവേഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീ അവിടെ ഇരുന്നിട്ട് കൗൺസിൽ കൊടുക്കും. കുടുംബ പ്രശ്നമുള്ള ആളുകൾ അവിടെ പോയാൽ കൗൺസിലിംഗ് കൊടുക്കും. എങ്ങനെയാണ് കുടുംബം നന്നാക്കേണ്ടത്, ചിലപ്പോൾ അഡ്വക്കേറ്റ് നമ്പറും കൊടുക്കും, ഇതും കൂടി ഡൈവേഴ്സ് ആക്കാം. എപ്പോഴും നമ്മൾ ഒരാളോട് കൂടി ആലോചിക്കുമ്പോൾ നല്ല ആളുകളെ സമീപിക്കുക. ജീവിതത്തിൽ വിജയിച്ച ആളുകളെ നമുക്ക് തോന്നുന്നവർ, നല്ല കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരുടെ അരികിൽ പോവുകയും അവരോട് നാം അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പഠിക്കുക. പ്രവാചകന്റെ സീറ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചാൽ ഒരു പ്രശ്നമില്ലാതെ കുടുംബജീവിതം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നാൽ ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നിങ്ങൾ പഠിക്കുക. ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സമയത്തിന്റെ കുറവ് കാരണത്താൽ പറയുന്നില്ല.
അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടായി നമ്മൾ പരിഹരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഓർമ്മ വരണം, ഇത് ഇബാദത്താണ്. സ്വാലിഹായ നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട എന്താണ്? ഭാര്യയോട് സംസാരിച്ച് അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉദ്ദേശം എന്താവരുത്? പകരം വീട്ടാനാവരുത്, എങ്ങനെങ്കിലും എനിക്കൊന്ന് ജയിക്കണം എന്നാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഉമാമത്ത് അൽ-ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക അൽ-മിറാഅ വഇൻ കാന മുഹിഖ. തന്റെ ഭാഗത്ത് സത്യമുണ്ടായിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ അതിരുകളിൽ ഞാൻ വീട് വാഗ്ദാനം ചെയ്യുന്നു. മിറ എന്നാണ് ഉപയോഗിച്ചത്. എന്താണ് മിറാഇന്റെ ഉദ്ദേശം? തർക്കം എന്ന് പൊതുവെ മലയാളത്തിൽ പറയുമെങ്കിലും മിറാഇന്റെ ഉദ്ദേശം എന്താണ്? തന്റെ സനഅനി റഹിമഹുല്ലാഹ് സുബ്ഹുൽ സലാമിൽ പറഞ്ഞതുപോലെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ, തന്റെ ഭാഗം എടുത്തു കാണിക്കാൻ തർക്കിക്കുക. ഭാര്യയുമായി പ്രശ്നമായി, എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാനല്ല, മറിച്ച് നമ്മളുടെ ഭാഗം ന്യായീകരിക്കണം. അവന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കുക. അത് ഇസ്ലാം വിലക്കിയതാണ്, അത് പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും പ്രശ്നം നന്നാവണം, എങ്ങനെയെങ്കിലും കുടുംബബന്ധം നല്ല നിലയിൽ പോകണമെന്ന നിയത്തായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഒരു കാരണവശാലും എങ്ങനെയെങ്കിലും തെറ്റ് ഭാര്യയുടെ തലയിലിടാം. ചില ആളുകൾ തർക്കിച്ചിട്ട് നിന്റെ ഭാഗത്താണ് തെറ്റ്, എന്നാലും ഞാൻ വിട്ടുവെച്ചിട്ട് തയ്യാറാണ്. അങ്ങനെയല്ല, ഒരാളുടെ തലയിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബ ബന്ധത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അത് ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു പക്ഷേ പിന്നാമ്പറങ്ങൾ ഉണ്ടാകും. കുറെ കാലമായി ഒന്നിച്ച് ജീവിക്കുന്നു, അതിനെ തുടർന്നായിരിക്കും ഈ ഒരു ദേഷ്യം വന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും താൻ ജയിക്കണം എന്നൊരു ഉദ്ദേശത്തിലല്ല, മറിച്ച് ബന്ധം നന്നായി പോകണം എന്നൊരു ഉദ്ദേശത്തിലാണ് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത്. അപ്രകാരം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്തിനായിരുന്നു ഈ പ്രശ്നം? കാരണം പല പ്രശ്നങ്ങളും നമുക്ക് അവഗണിച്ചു വിടാൻ പറ്റും, പല പ്രശ്നങ്ങളും നമുക്ക് അവഗണിച്ചു വിടാൻ സാധിക്കും. ഒരു ചില ആളുകളൊക്കെ നിസാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചായയിൽ പഞ്ചസാര കുറഞ്ഞു, അതുപോലെ തന്നെ സമയാസമയം ഭക്ഷണം ലഭിച്ചിട്ടില്ല, എപ്പോഴും കിട്ടുന്നുണ്ടാകും, ഒരു ദിവസം കിട്ടാതിരുന്നായിരിക്കും. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, നിങ്ങൾ അതിനെ സൂക്ഷിക്കുക. ശേഷം അള്ളാഹു പറയുന്നത് എന്താ? ഭാര്യമാരോടും മക്കളോടും നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കണേ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്താം. അള്ളാഹു പറയുന്നു, വഇൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ, വതസ്ഫഹു, നിങ്ങൾ സഫഹ് ചെയ്താൽ, വതഗ്ഫിറു, വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പാക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ നിസാര കാര്യങ്ങൾക്ക് തർക്കിക്കാണോ വേണ്ടേ? അല്ല. അതുപോലെ ഭാര്യമാരും എന്ത് ചെയ്യണം? വഇൻ തഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. വതസ്ഫഹു, സഫഹ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖം തിരിച്ചളയാം. പ്രശ്നം ഇവിടെ ആണെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞു പോവാം. അതല്ലാതെ പിന്നെ എന്നാലും അങ്ങനെ ചെയ്തില്ലേ, എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പറ്റൂല. മറിച്ച് കഴിവിന്റെ പരമാവധി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിനൊരു ഉദാഹരണം ആർക്കാ പറയാൻ പറ്റാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ചില പ്രശ്നങ്ങൾ അങ്ങനെ അവഗണിച്ചു വിടാറുണ്ടായിരുന്നു. നേരത്തെ പാത്രം പൊളിച്ചതല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു, അദ്ദേഹം ചെരുപ്പഴിച്ചു, വസ്ത്രമൊക്കെ അഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കിടന്നു. ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ എഴുന്നേറ്റു. നിങ്ങൾ കേട്ട സംഭവമായിരിക്കും, പക്ഷെ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രവാചകൻ പതുക്കെ എഴുന്നേറ്റു, വസ്ത്രം ധരിച്ചു, ചെരുപ്പ് ധരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വൻതഅല റുവൈദ, മല്ലെ ചെരുപ്പ് ധരിച്ചു, വലബിസ റുവൈദ, മല്ലെ വസ്ത്രം ധരിച്ചു, ഫഅജാഫൽ ബാബ റുവൈദ, മല്ലെ വാതിലടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അറിയുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഇത് കണ്ട ഉടൻ പെട്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രമിട്ട് പ്രവാചകന്റെ പിന്നാലെ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പോയപ്പോൾ പ്രവാചകൻ എവിടേക്കാ പോയത്? ബഖീഇലേക്കാണ്. ബഖീഇൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇൽ ആളുകൾക്ക് വേണ്ടി ദുആ, കൈ ഉയർത്തി 3 തവണ ദുആ ചെയ്തു. ദുആക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരാൻ തിരിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഓടി. ആയിഷ റളിയല്ലാഹു അൻഹ
ഓടുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കാണുന്നുണ്ട് എന്തോ ഒരു നിറം. നബി വേഗതയിലാക്കി ആയിഷ റളിയല്ലാഹു അൻഹ വളരെ വേഗതയിൽ വീട്ടിലേക്ക് വന്നു കിടന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കിതപ്പുണ്ടാവും അല്ലെ, ഓടി വന്നതല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ലക്കി യാ ആയിഷ് ഹഷിയ റാബിയ. ആയിഷ എന്ന് പൂർണ്ണമായി വിളിച്ചില്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഭാഗമാണ്. സ്നേഹത്തോടെ ആയിഷ് എന്ന് വിളിച്ചു, പേര് ചുരുക്കി വിളിച്ചു. ഹഷിയ റാബിയ, ഇങ്ങനെ കിതക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ ഷൈ, ഒന്നുമില്ല. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ലയുഖ്ബിറന്നിൽ ലതീഫുൽ ഖബീർ, അള്ളാഹു എനിക്ക് വിവരം നൽകും. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നാലെ വന്നതാണ്, താങ്കൾ എവിടേക്കാ പോകുന്നത്? ശാരിഹ്യങ്ങൾ അതിനെ വിശദീകരിച്ചപ്പോൾ എന്താ പറഞ്ഞ്, വേറെ ഭാര്യമാരുടെ അരികിലേക്ക് പ്രവാചകൻ പോകുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പേടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതളുന്നീന അൻ യഹീഫ അല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും റസൂലും നിന്നോട് ദുൽമ ചെയ്യുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്, ഒരിക്കലും പ്രവാചകൻ ദുൽമ ചെയ്യില്ല, നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശേഷം നബി പറഞ്ഞു, അപ്പൊ എന്റെ മുമ്പിൽ കണ്ട കറുപ്പ് നീ ആയിരുന്നല്ലേ? ഈ സമയം ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞ്, പ്രവാചകരെ ബഖീൽ പോയ എന്താ പറയണ്ടേ? പിന്നൊന്നും വേണ്ടിയിട്ടില്ല, ആ വിഷയത്തെ കുറിച്ച് ചർച്ച തുടർന്നോ? പ്രവാചകൻ പറഞ്ഞു, എന്റെ മുമ്പിൽ ഉണ്ടായ കറുപ്പ് നീ ആയിരുന്നല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ വിഷയം മാറ്റി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ ബഖീൽ പോയാൽ നമ്മൾ എന്ത് പറയണം? പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന ഖബറാളികളോട് പറയേണ്ട ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർ ആ വിഷയം മാറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സഹകരിച്ചു. ഇന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്നാലും നീ എന്നെ സംശയിച്ചില്ലേ, എന്നാലും പാടില്ലായിരുന്നു. അപ്പൊ വിഷയം മാറ്റാൻ പറ്റുമെങ്കിൽ നിസാര കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷയം മാറ്റിക്കളയുക. നിസാര കാര്യങ്ങൾ നാം വിഷയം മാറ്റുക. ഇനി അങ്ങനെ വിഷയം മാറ്റാൻ പറ്റിയൊരു വിഷയമല്ല, കുറച്ച് ഗുരുതരമായ ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാം. അതൊരു പക്ഷേ ഒരു ഇരുത്തത്തിൽ പരിഹരിക്കേണ്ടതുണ്ടാകും, അതല്ലെങ്കിൽ ഒന്നിലധികം ഇരുത്തങ്ങളിൽ പരിഹരിക്കേണ്ടതുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന വിഷയമാണെങ്കിൽ മൂന്നാമതൊരാൾ ഇടപെടാതിരിക്കുക. ഇനി മറ്റൊരാളെ ഇടപെടുത്തേണ്ട വിഷയമാണെങ്കിൽ മറ്റൊരാൾ ഇടപെടുക. ഇവിടെയൊക്കെ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും കുടുംബബന്ധം നന്നാകണം എന്നുള്ളതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. لا إله إلا الله اللهم رب هذا
ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നമുക്ക് സമയം കുറവാണ്, ചുരുക്കി പറയാം. ഒരു പ്രശ്നമുണ്ടായാൽ കഴിവിന്റെ പരമാവധി അവഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഗണിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം മാറ്റിയതുപോലെ നമ്മൾ വിഷയം മാറ്റാം, പിന്നാലെ അതിന്റെ കൂടെ കൂടേണ്ടതില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും ഭാര്യ ഭക്ഷണം നൽകും കറക്റ്റ് സമയം. ഒരു ദിവസം വൈകിപ്പോയാൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. അവർക്ക് അവരുടേതായ പ്രയാസങ്ങളുണ്ടല്ലോ, ഉറങ്ങിപ്പോയിട്ടുണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതുകൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കാം. നമ്മൾ അത് അവഗണിച്ച് കളയാം. അതിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഗൗരവപ്പെട്ട വിഷയമാണെങ്കിൽ അതിൽ നമ്മൾ ചർച്ച ചെയ്യുക, മറ്റൊരാളെ ഇടപെടുത്തേണ്ട വിഷയമാണെങ്കിൽ മറ്റൊരാളെ ഇടപെടുത്തുകയും ചെയ്യുക. ഇവിടെയൊക്കെ നമ്മുടെ ചർച്ചകളിലൊക്കെ ഒരു ഗുണകരമായ ചർച്ച എപ്പോഴാണ് ആവുക, അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഭാര്യയുമായി പ്രശ്നം ഉണ്ടായാൽ ആ ചർച്ച ഗുണകരമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സാലിഹായ നിയ്യത്ത് ഉണ്ടാവണം. നമ്മൾ ഇത് ഇബാദത്തിലാണ്, എങ്ങനെയെങ്കിലും ഭാര്യയോട് ദേഷ്യം തീർക്കാൻ എന്നല്ല ഉദ്ദേശം. ഇതൊരു ഇബാദത്താണ്. ഇത് നല്ല നിലയിൽ എനിക്ക് പരിഹരിക്കണം എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടാകണം. ഇത് നമ്മുടെ ഒരു കച്ചവടം പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടമാണ്. അതിൽ ലാഭം ഉണ്ടാവണോ അത് നശിപ്പിക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ മോശമായി പറഞ്ഞാൽ അത് നശിക്കും, ആർക്കും നമ്മുടെ സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ നല്ല നിലയിൽ എല്ലാവരോടും വർത്തിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല നിലയിൽ കുടുംബം നിലനിൽക്കും. രണ്ടാമത്തെ കാര്യം, നല്ല വാക്കുകൾ പറയാം. ഏറ്റവും നല്ല വാക്കുകൾ തിരഞ്ഞെടുക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുക്ക് 10 വാക്കുണ്ട്, എല്ലാം നല്ലതാണ്, അതിൽ ഏറ്റവും നല്ലത് പറയാം. ഏറ്റവും നല്ലത് പറയാം. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ലത് പറയാം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഭാര്യയുണ്ട്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല വാക്കുകൾ ഭാര്യയോട് പറയാം. അവരെ വേദനിപ്പിക്കുന്ന, ഭാര്യ തിരിച്ചും ഭർത്താവിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കടുപ്പപ്പെട്ട വാക്കുകൾ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും, പക്ഷെ കടുപ്പപ്പെട്ട വാക്ക് പറയാം, മുറിവേൽക്കുന്ന വാക്ക് പറയാൻ പാടില്ല. ഉദാഹരണത്തിന്, ഭാര്യ കുറച്ച് നിറം കുറവാണ്, ദേഷ്യം വന്ന അതിനിടയിൽ നീ കറുത്തിട്ടാണ് എന്ന് ഭാര്യയോട് പറഞ്ഞാൽ പിന്നെ എപ്പോഴും ഭാര്യയുടെ മനസ്സിൽ ഒരു എന്ത് പ്രശ്നം വരുമ്പോഴും അത് മനസ്സിൽ നിലനിൽക്കും, കെട്ടി നിൽക്കും. നേരെ തിരിച്ച് ഭർത്താവിനോട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, അത് ഭർത്താവിന്റെ മനസ്സിൽ കെട്ടി നിൽക്കും. നമുക്ക് എന്ത് പറയാം? അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഇസ്ലാം വിലക്കിയതാണ്, ഈ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പറയരുത്. ഇപ്പൊ ചില ആളുകൾ പറയും, എനിക്ക് കുറെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്നെ കെട്ടിയതാണ്. ഭാര്യ തിരിച്ചും ചിലപ്പോൾ പറയും. പക്ഷെ ഇത് നമ്മുടെ മനസ്സിനെ വലിയ മുറിവേൽപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ എന്താ ചിന്ത വരാം? അപ്പൊ എന്നെ തൃപ്തിയില്ലാതെ കഴിച്ചതായിരിക്കും, കല്യാണം കഴിച്ചതായിരിക്കും, ചിന്ത വരും, പിശാച് കൊണ്ടുവരും. കാരണം എല്ലാ ദിവസവും അതിനുവേണ്ടിയുള്ള പണിയെടുക്കുന്നതിന് പിശാച്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാകണം. അതുപോലെ തന്നെ നാം സംസാരിക്കാൻ വേണ്ടി ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഇത് പ്രശ്നം സോൾവ് ചെയ്യാനാണ്, വലുതാക്കാനല്ല. ഒരു തർക്കത്തിലേക്ക് അത് മാറാൻ പാടില്ല. ഇപ്പൊ ചില ആളുകൾ സംസാരിക്കുമ്പോൾ, ഭാര്യയിൽ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കും, ശബ്ദം കൂട്ടും. കാരണം ഭാര്യ സാധുവാണ്, ഒരു പരിധി വരെ കൂട്ടാൻ പറ്റും. ഭർത്താവ് വല്ലാതെ ശബ്ദം ഉയർത്തും, അത് പാടില്ല. ചോദിച്ചാൽ എന്താ പറയാ? എന്റെ പ്രകൃതി അങ്ങനെയാണ്. അള്ളാഹു ഒരു വ്യക്തി അങ്ങനെ മോശം പ്രകൃതത്തിൽ പടക്കോ? ഇല്ല. നമുക്ക് മാറ്റണം എന്ന് ചോദിച്ചാൽ മാറ്റാം. എന്റെ പ്രകൃതി അങ്ങനെയാണെന്ന് പറഞ്ഞ് ഉറക്കെ ശബ്ദം ഇടാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇബാദത്താണ്. നല്ല നിയ്യത്ത് ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആദ്യം ഭാര്യയോട് പറയാം, സംസാരിക്കുമ്പോൾ അഥവാ ശബ്ദം ഉയർന്നാൽ ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ പറയാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല, കാരണം നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇബാദത്താണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഭാര്യയോട് പറയാൻ പറ്റും, എന്റെ ശബ്ദം കൂടിപ്പോ എന്ന് പറഞ്ഞു തരണം. കാരണം ഇത് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പല പ്രശ്നങ്ങളും തീർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവര് പറയുന്നത് കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുക്കാം. ഒരു പക്ഷെ അവർക്ക് കുറെ പറയാനുണ്ടാകും, അത് അവർ പറഞ്ഞോട്ടെ. കാരണം ചില രോഗങ്ങളുടെ ചികിത്സ എന്ന് പറയുന്നത് കേൾക്കലാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചില രോഗികൾ അവരുടെ രോഗം മാറില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ അവർ ഡോക്ടറുടെ അരികിലേക്ക് പോകും. ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയും. ഇപ്പൊ ചില ഒരു അനുഭവം ഒരു വ്യക്തി ഒരിക്കൽ പറയുന്ന കേട്ടു. അദ്ദേഹത്തിന് ഉമ്മാക്ക് ഒരു അസുഖം വന്നു, മാറാത്ത രോഗം, സൗദിയിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നല്ല ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നോക്കി പെട്ടെന്ന് റിസൾട്ട് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി കൊടുത്തു, തിരിച്ചു കൊടുത്തു. ഈ ഉമ്മ പറഞ്ഞു അയാൾ തീരെ ശരിയില്ല. 2 ദിവസം കഴിഞ്ഞ് സാധാരണ ഒരു ഡോക്ടറുടെ അരികിലേക്ക് പോയി. അയാൾ ഇരുന്ന് കുറെ സംസാരിച്ച് ചോദിച്ച്, എന്താ വിവരം, എന്താ പ്രശ്നങ്ങള്? പ്രശ്നമൊന്നുമില്ല, ശരിയാവും, ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേൾക്കുന്ന ഒരാളാണ് വേണ്ടത് ആ രോഗികൾക്ക്. അപ്രകാരം ഭാര്യമാർക്ക് നമ്മളോട് പറയണം,
അവർക്ക് മനസ്സിൽ പലതും പറയാനുണ്ടാവും, പക്ഷെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഫോൺ നോക്കിയിട്ടാ കയറാം. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫോൺ നോക്കി വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ കയറി ഉടൻ സോഫയിലിരുന്ന് ഫോൺ നോക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഉണ്ടാകരുത്. ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ മറ്റോ നോക്കിയേ പറ്റൂ എങ്കിൽ ആ ഫസ്റ്റ് ടൈം നിങ്ങൾ നോക്കാതിരിക്കാം. വീട്ടിലേക്ക് കയറി കുറച്ച് സമയം ഒന്ന് സംസാരിച്ച് പിന്നെ അവിടെ മാറിയിരുന്ന് നിങ്ങൾ ഫോൺ നോക്കിക്കോ. അതല്ലാതെ നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഫോണായി കയറിയാൽ അവരുടെ മനസ്സിൽ എപ്പോഴും എന്താ ഉണ്ടാവുക, എപ്പം കയറി വരുമ്പോൾ ഫോണാണ്. നേരെ തിരിച്ചാവുമ്പോ അല്ല, എന്നോട് സംസാരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവരുടെ ആവശ്യത്തിനായിരിക്കും. അതുപോലെ മാതാപിതാക്കളോടും എല്ലാവരോടും ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അപ്രകാരം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ ഭാഗത്തൊരു പിഴവ് വന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവ് വന്നു, അതെങ്ങനെയാണ് നമ്മൾ ക്ഷമ ചോദിക്കുക, ക്ഷമാപണം എങ്ങനെയാ നടത്തുക? നമ്മൾ പോയിട്ട് എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, നിങ്ങൾ പൂർത്തി തരണം എന്നെ പറയണമെന്നുണ്ടോ? പറയണമെന്നില്ല. ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല. തിരിച്ചു പെണ്ണിനും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒന്നിക്കൽ ഒരു ഹദിയ കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ പറയാ നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണോ ഒരു സന്തോഷം മനസ്സിൽ കയറ്റുന്നത് അത് നമുക്ക് പറയാം. ഇപ്പൊ ചിലപ്പം പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ വിഷമങ്ങൾ അവർ തീർക്കുന്നത് എങ്ങനെയായിരിക്കും? കരഞ്ഞിട്ടായിരിക്കും. അവർക്കൊന്ന് കരയണം. അവർ നമ്മളുടെ അരികിൽ വന്ന് അവരിൽ നിന്ന് സംഭവിച്ച വീഴ്ച കാരണത്താൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവർക്കൊന്ന് കരയണമെന്ന് തോന്നിയാൽ അവർ കരഞ്ഞോട്ടെ. ചില ആളുകൾ ചോദിക്കുന്നു, എന്തിനിങ്ങനെ കരയുന്നേ? എന്റെ ആവശ്യമില്ല, അവർ കരഞ്ഞോട്ടെ, നമ്മളത് സഹകരിച്ചിരിക്കാം. കാരണം അവരുടെ മാനസിക അവസ്ഥകൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പുരുഷന്മാരെ പോലെയല്ല. അപ്പൊ നമ്മൾ അവരെ ന്യൂനതകൾ, അതുപോലെ പുരുഷന്റെ ന്യൂനതകൾ അവരും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി പരസ്പരം തയ്യാറാവുക. അപ്രകാരം തന്നെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നല്ല സമയം തിരഞ്ഞെടുക്കാം. പരസ്പരം യോജിപ്പായി പ്രശ്നങ്ങളായി അടിയും കുഴപ്പമൊക്കെ ആയി ആ സമയത്ത് നമ്മൾ ഇരുന്ന് പ്രശ്നം പരിഹരിച്ചാൽ പ്രശ്നം വഷളാവുകയോ? അങ്ങനെയല്ലാതെ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് പിന്നെ നല്ലൊരു സാഹചര്യത്തിൽ അവരോട് സംസാരിക്കാം. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരീഡ്സ് ഉണ്ടാകും. ആ സമയം അവർക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ട്, അവരുടെ ഹോർമോണുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ഈ സമയം ഒരുപക്ഷെ അവർക്ക് നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതുപോലെ പ്രഗ്നൻസിന്റെ ടൈമിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ പരിഗണിക്കണം. ആ സമയത്തല്ല നമ്മൾ പോയിട്ട് അവരോട് ഈ പറയുന്ന വിഷയങ്ങൾ സംസാരിക്കേണ്ടത്, മറിച്ച് നല്ല സമയം നോക്കി അവരോട് നമ്മൾ പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. അവസാനത്തെ ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരമായി തുടർന്നു പോകുന്ന റുട്ടീൻ. അത് മാറ്റാൻ ശ്രമിക്കുക ഇടയ്ക്കൊക്കെ. ഇപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ്, രാവിലെ എഴുന്നേച്ച മുതൽ വീട്ടിൽ പണിയാണ്, പുരുഷന്മാർ പുറത്തു പോകും, എല്ലാ ദിവസവും തന്നെയാണ്. ഈ സ്ഥിരമായി ചെയ്യുന്ന കാര്യത്തിൽ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റാറുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞു പ്രവാചകൻ ഓട്ടമത്സരം നടത്തി. എല്ലാ യാത്രകളിലും പ്രവാചകൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. ഇടയ്ക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മാറ്റം കൊണ്ടുവരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തി. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ വലുതായ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് ഇന്നും ഓട്ടമത്സരം നടത്താം. ആയിഷ റളിയല്ലാഹു അൻഹ വിസമ്മതിച്ചു ആദ്യം. പിന്നെ ഓട്ടമത്സരം നടത്തിയപ്പോൾ അതിലാരാ ജയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. പ്രവാചകൻ പറഞ്ഞു, അന്നത്തേതിന് പകരമായിട്ട് ഇത് കൂട്ടിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അവരുടെ ഡെയിലി റൂട്ടീൻ ഇടയ്ക്ക് അവർ മാറ്റുമായിരുന്നു. ഇടയ്ക്ക് പുറത്തു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സാധിക്കുന്ന കാര്യം എന്താ? ഇടയ്ക്ക് ഭാര്യയുടെ കൂടെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുക, അവരെ സഹായിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്. എവിടെയെങ്കിലും ട്രിപ്പ് പോവാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ശുറൈഹ് ഇബ്നു ഹാനി റഹിമഹുല്ലാഹ് ഒരിക്കൽ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ കാന യബ്ദു, പ്രവാചകൻ എവിടെയെങ്കിലും ഇങ്ങനെ പുറമേയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യബ്ദു ഇലാ ഹാദിഹി ഇത്തിലാ, ഈ ഉയർന്ന പ്രദേശങ്ങളിൽ, ഈ മരുഭൂമികളിലും മറ്റും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന അതിന്റെ അരികിൽ ചെറിയ മലകളും മറ്റുമൊക്കെ, ആ ഭാഗങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ട്. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, തണുപ്പ് കാലത്തും മറ്റുമൊക്കെ ഇങ്ങനെ പോകാൻ ശർഅ് അനുവദിച്ചതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം. അതുപോലെ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ ഒന്ന് മാറ്റിയിടാൻ നമ്മൾ ഭാര്യയെ ഹെൽപ്പ് ചെയ്യാം. എല്ലാ ദിവസവും ഒരേ മന്ദറിൽ കാണുന്നതിന് പകരം ഇടയ്ക്കൊക്കെ അതൊന്ന് മാറ്റിയിട്ടാൽ അത് നല്ല കാര്യമാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അതിന് നമ്മൾ സഹകരിക്കുക. നമ്മൾ എന്ത് പറയരുത്,
ഇതിങ്ങനെ തന്നെ കടന്നാൽ പോലെ എന്തിനെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അവർ മാറ്റിക്കോട്ടെ, അവരത് മാറ്റിക്കോട്ടെ, നമ്മൾ സഹകരിക്കുക. ഇനി അവർ പറയാണ് ഇവിടെ ഒക്കെ ഒരു ഫ്ലവർ പോട്ട് വേണം, അത് വാങ്ങിച്ചു കൊടുക്കുക. വീട് എന്ന് പറയുന്നത് അവരുടെ സാമ്രാജ്യമാണ്. അള്ളാഹു ഖുർആനിൽ ചില സാഹചര്യങ്ങളിൽ തലാഖിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ വീട് ആരിലേക്കാ ചേർത്തത്? ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിൻ, അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കരുത്. യഥാർത്ഥത്തിൽ വീട് ആരുടേതാ? പുരുഷനെടുക്കുന്നതാ. പക്ഷെ അള്ളാഹു അവരിലേക്ക് ചേർത്തു. ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹിറാസത്തുൽ ഫദീലയിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അത്രയും അധികം ബന്ധമാണ് പെണ്ണും വീടും തമ്മിൽ. അപ്പൊ ആ ബന്ധം നമ്മൾ അള്ളാഹു സൂക്ഷിച്ചു കൊടുത്തതാണ് അവർക്ക്, അത് നമ്മൾ അവർക്ക് നൽകുക. അതുപോലെ തന്നെ ഭാര്യയോടൊപ്പം ഇൽമിന്റെ മജാലിസുകളിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മൾ ഒരു തർത്തീബ് ചെയ്യുക. ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഇപ്പൊ ഈ മസ്ജിദിലാണെങ്കിൽ പോലും ദർസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭാര്യയോട് പറയാം, നമ്മുടെ സ്ഥിരം ആക്ടിവിറ്റീസിൽ നിന്ന് മാറി ഇന്ന ദിവസം ദർസ് നടക്കുന്ന ദിവസം നമുക്ക് രണ്ടുപേർക്കും ദർസിന് പോകാം. മസ്ജിദിൽ ചെന്ന് ദർസും കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പുറത്തുനിന്നോ മറ്റോ ഡിന്നർ കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. റൂട്ടീൻ ഒന്ന് തെറ്റിക്കുക. അപ്പൊ അവർക്കൊരു ഉണർവുണ്ടാകും. അതല്ലാതെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അവരിങ്ങനെ പ്രയാസപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ മനസ്സിലൊരു വെറുപ്പുണ്ടാക്കും, ഒരു പിരിമുറുക്കവും മറ്റുമൊക്കെ അവരുടെ മനസ്സിലുണ്ടാക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ഒരു കാര്യം, ഒന്ന് രണ്ട് അവസാനമായി, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇൻഷാ അല്ലാഹ് നിർത്താം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഇബാദത്താണെന്ന ബോധ്യത്തിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക. സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, സ്ത്രീകൾ 5 വക്ത് നിസ്കരിച്ചാൽ, വസാമത് ഷഹറഹ, ഒരു മാസം നോമ്പനുഷ്ഠിച്ചാൽ, വഹസ്സനത് ഫർജഹ, അവരുടെ ലൈംഗിക അവയവം സൂക്ഷിച്ചാൽ, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി അൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅത്, നിനക്ക് ഏത് സ്വർഗ്ഗ കവാടത്തിൽ വേണമെങ്കിലും പ്രവേശിക്കാമെന്ന് അവരോട് പറയപ്പെടുമെന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്രകാരം തന്നെ പുരുഷന്മാർ ഭാര്യമാരുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. ഇയാസ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അദ്ദേഹം സഹാബിയാണോ അല്ലെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ത്വാഫ ബിആലി മുഹമ്മദിൻ നിസാഉൻ കസീർ യഷ്കൂന അസ്വാജഹുൻ, മുഹമ്മദിന്റെ വീട്ടിൽ വന്ന് മുഹമ്മദിന്റെ ഭാര്യമാരുടെ അരികിൽ ധാരാളം സ്ത്രീകൾ പരാതി പറയുന്നുണ്ട് അവരുടെ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ. ലൈസ ഉലൈക ബിഖിയാരിക്കും, ആ പരാതി പറയുന്നവരുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഭാര്യമാരോട് നമ്മെക്കുറിച്ച് പരാതി പറയാൻ അന്യായമായി പ്രിയപ്പെട്ടവരെ കാരണമായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ഉലൈക ബിഖിയാരിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എപ്പോഴും ഭാര്യയെ നമ്മൾ പരിഗണിക്കുക, അവരുടെ വാക്കിന് നാം വില നൽകുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസി ഒരു ഫാരിസിയായ വ്യക്തി പ്രവാചകന്റെ അരികിൽ വന്നു. അദ്ദേഹം നന്നായി ഭക്ഷണം പാചകം ചെയ്യും. പ്രവാചകനോട് പറഞ്ഞു, ഇന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം. പ്രവാചകന്റെ കൂടെ ആയിഷ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹാദിഹി, ആയിഷക്ക് ക്ഷണമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വരാൻ പ്രയാസമുണ്ട്. മറ്റൊരു ദിവസം വന്നു, ഇതേ ക്ഷണം. പ്രവാചകൻ ചോദിച്ചു, ആയിഷക്ക് ക്ഷണമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. പ്രവാചകൻ പറഞ്ഞു, വരാൻ പ്രയാസമുണ്ട്. അടുത്ത ദിവസം വന്നു, ഇതേ ആവശ്യം ഉന്നയിച്ചു. പ്രവാചകനോട് പറഞ്ഞു, ആയിഷക്കും ക്ഷണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടിപ്പോയി. നമ്മൾ ഇന്ന് വിളിച്ചാലോ, നമുക്ക് നല്ല ഫുഡ്, നീ വീട്ടിലെ സാധാ ഫുഡും കഴിച്ചാടി ഇരുന്നോ പറയും. അങ്ങനെ ആവരുത് എന്ന് കരുതി എല്ലായിടത്തും പറ്റും ചെയ്യില്ല, സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്രകാരം തന്നെ കുടുംബജീവിതം തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് സംശയം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ ചുഴന്നന്വേഷിക്കുക. ഭാര്യ ഫോൺ വെച്ചാൽ ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കാം, ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുത്ത് നോക്കാം. ഞാൻ പറയുന്നത് നമ്മൾ തീരെ അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്നതല്ല, പക്ഷെ എപ്പോഴും എന്ത് കണ്ടാലും സംശയം, സാധാ സംസാരം കണ്ടാലും അതിനെ മോശമായ അർത്ഥത്തിൽ എടുക്കുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഒരു സംസാരം സംസാരിച്ചാൽ ഏറ്റവും നല്ല അർത്ഥത്തിൽ അതിനെ നീടുക്കാൻ ശ്രമിക്കുക. അനാവശ്യമായി ഭാര്യയെ സംശയിക്കുക എന്ന് പറയുന്നത് കുടുംബത്തെ തകർത്ത് കളയും. നിങ്ങൾ എഴുതി വെച്ചു, ഒരു ഭർത്താവ് ഭാര്യയെ അന്യായമായി സംശയിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തെ അത് തകർക്കും. ഭാര്യയ്ക്ക് അങ്ങനെ മോശമായ ഒരു ബന്ധമില്ലെങ്കിൽ പോലും അതങ്ങനെ തോന്നിപ്പിക്കുന്ന വാക്കുകൾ അവന് ലഭിക്കും, ആ കുടുംബം അവിടെ തകരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരെ അന്യായമായി സംശയിക്കാൻ പാടില്ല. ഇപ്പം ഭർത്താവ് സുഹൃത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു, ഭാര്യയ്ക്ക് അത് മോശമായി തോന്നി, അതിനെ തുടർന്ന് പിന്നെ പ്രശ്നങ്ങൾ പാടില്ല.
അതുപോലെ തന്നെ ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കുക എന്നുള്ളത്. ചില ഭർത്താക്കന്മാർ ഭാര്യയുടെ മുമ്പിൽ വലിയ റിച്ചായിട്ട് അഭിനയിക്കും. ഒരാവശ്യം ചോദിച്ചാലോ അത് നടത്തി കൊടുക്കാൻ കഴിയില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ല പറയുന്നു, ളാഹിറുൽ ഇതാബി ഖൈറും മിൻ മക്തൂമിൽ ഹിഖദ്. മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പ് വെക്കുന്നതിനേക്കാൾ നല്ല എന്താ? തുറന്നു പറയാം. നമ്മൾ തുറന്നു പറയാം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ല എന്ന് പറയാം. പണിക്ക് പോകാണ്ട് വീട്ടിൽ ഇരുന്നിട്ട് ക്യാഷ് ഇല്ല എന്ന് പറയാനല്ല. നമുക്ക് പണിക്ക് പോകുന്നുണ്ട്, അവരുടെ ചെലവ് നോക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ കൂടുതൽ ചോദിച്ചാൽ നമുക്ക് സാധിക്കുമെങ്കിൽ നടത്തി കൊടുക്കുക, സാധിക്കുന്നില്ലെങ്കിൽ അവരോട് ഓപ്പണായി പറയാം. ഓപ്പണായി പറയുമ്പോൾ പല പ്രശ്നങ്ങളും അവിടെ തീരും. ഭാര്യമാർ നമ്മോട് സഹകരിക്കും. അതല്ല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അവരെ തോന്നിപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില പുരുഷന്മാർ മറ്റു സ്ത്രീകളെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് വല്ലാതെ പുകഴ്ത്തും. ചിലപ്പം പെങ്ങന്മാരായിരിക്കും, അടുത്ത ആളുകളായിരിക്കും. അത് ശ്രദ്ധിക്കണം. അത് ഭാര്യമാർക്ക് പ്രയാസം ഉണ്ടാക്കും. നമ്മൾ പറയാം, എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ അങ്ങനെ ആകണമെന്ന് പറയാം. അതല്ലാതെ മറ്റുള്ള സ്ത്രീകളെ നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പുകഴ്ത്തുക, അവരെങ്ങനെയാണ്, അവരിങ്ങനെയാണ്. അത് ചില ഖൈറായ കാര്യങ്ങളിലാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യ ഖുർആൻ ഹിഫ്ള് ചെയ്തു, നമ്മുടെ ഭാര്യ ഹിഫ്ള് ചെയ്തിട്ടില്ലെന്ന് സങ്കല്പിക്കുക. അവൾ ചെയ്തു, അവളെങ്ങനെ പഠിച്ചു? വക്കാനമാത പഠിച്ച എന്താണ്? അവൾ പഠിച്ചോട്ടെ. അതും കരുതി ഭാര്യയെ ആ രൂപത്തിൽ മറ്റുള്ള സ്ത്രീകളെ അമിതമായി ഇങ്ങനെ പുകഴ്ത്തുന്നത് അവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കും. അതുകൊണ്ട് അവരുടെ മശായിറുകൾ നമ്മൾ പരിഗണിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കരിച്ച് നോമ്പെടുത്ത് ഭർത്താവിനനുസരിച്ചാൽ തന്നെ സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കയറിക്കുമെന്ന് അവരോട് പറയപ്പെടും. അങ്ങനെയുള്ള വിഭാഗമാണ് സ്ത്രീകൾ. അതുകൊണ്ട് അവരുടെ ഹുഖൂഖുകളിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഭാര്യമാരും ഭർത്താക്കന്മാരോടുള്ള ഹുഖൂഖുകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ ബന്ധം നമ്മൾ തുടങ്ങി വെച്ചത് അള്ളാഹു പറഞ്ഞതുപോലെ മീസാഖൻ ഗലീള, കനത്ത ഒരു കരാറാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലയിൽ കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയം ധാരാളം പറയാനുണ്ടായിരുന്നു, സമയത്തിന്റെ പരിമിതി കാരണം ഇവിടെ നിർത്തുന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കാനും പ്രവാചകൻ ഭാര്യമാരോട് എങ്ങനെയാണോ പെരുമാറിയത് ആ രൂപത്തിൽ പെരുമാറാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعلنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله على محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد